ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന അവർകളെ, ജനാബ് ഒ അബ്ദുറഹ്മാൻ സാഹിബ്, പി അബ്ദുസത്താർ മാസ്റ്റർ, സദസ്സിലിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് നിമിത്തമായ ഒരു പശ്ചാത്തലം ഏതാനും വാക്കുകളിൽ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. ഈ കഴിഞ്ഞ 3-ാം തീയതി ഇതേ സ്ഥലത്ത് വച്ച് കേരള നദ്വത്തുൽ മുജാഹിദീനിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ തീവ്രവാദം, ഭീകരത, ഇസ്ലാം മുഖാമുഖം എന്ന പേരിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. 4-5 മണിക്കൂർ സമയമെടുത്ത സുദീർഘമായ ഒരു പരിപാടിയായിരുന്നു അത്. നമ്മുടെ രാജ്യവും ലോകം തന്നെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന മുഖ്യമായ ഭീഷണി എന്ന നിലയ്ക്ക് എല്ലാവർക്കും അറിയാവുന്ന തീവ്രവാദത്തെയും ഭീകരവാദത്തെയും സംബന്ധിച്ച ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നും മുജാഹിദുകളുടെ കാഴ്ചപ്പാട് എന്താണെന്നും സ്വാഭാവികമായും ഈ പരിപാടിയിൽ ഒരു വിശദീകരണം ഉണ്ടാകും എന്ന് കരുതി ധാരാളം ആളുകളെ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെയും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗലാന സയ്യിദ് അബുൽ അല മൗദൂദിയെയും അതുപോലെ തന്നെ ലോക ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ 20-ാം നൂറ്റാണ്ടിൽ നേതൃത്വം നൽകിയിരുന്ന ഹസനുൽ ബന്ന, സയ്യിദ് കുത്തുബ് തുടങ്ങിയിട്ടുള്ള നേതാക്കളെയും അതുപോലെ ഉള്ള ആളുകളെയും വളരെ നികഷ്ടമായ ഭാഷയിൽ തെറി പറഞ്ഞുകൊണ്ടാണ് മഗ്‌രിബിന് മുമ്പുള്ള പ്രഭാഷണം തന്നെ അവർ അവസാനിപ്പിച്ചത്. മൗദൂദിയും ഹസനുൽ ബന്നയും സയ്യിദ് കുത്തുബുമൊക്കെ ജൂതന്മാരുടെ ഏജന്റുകളായിരുന്നുവെന്നും ജൂതന്മാരിൽ നിന്നാണ് ഇവർ ആശയം കടമെടുത്തത് എന്നും അതുകൊണ്ട് തന്നെ ജൂതന്മാരുടെ വകയായിട്ടുള്ള ഫണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അക്കൗണ്ടിലേക്ക് നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുമായിരുന്നു ഇവർ പറഞ്ഞിരുന്ന ആമുഖ പ്രഭാഷണത്തിന്റെ ഒടുക്കം. ചോദ്യോത്തര പരിപാടിയിൽ അടുത്ത പ്രദേശത്തെ ഒരു ജമാഅത്ത് പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ചോദ്യത്തിൽ ജമാഅത്തെ മുജാഹിദ് വിഭാഗത്തിന്റെ പല ഉദ്ധരണികളും ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വിശദീകരണമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ചോദിച്ചപ്പോഴേക്ക് തന്നെ ചോദ്യം ചോദിച്ച ആൾക്ക് ഉള്ള മറുപടി കൊടുത്തത്, നിങ്ങളെ എനിക്കറിയാം, നിങ്ങൾ കക്കാട് സ്വദേശി അഹമ്മദ് മാസ്റ്ററാണ്, നിങ്ങൾ ഞാൻ തമ്മിൽ കുറെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുറെ വിശദീകരിക്കുകയും അതിനുശേഷം കക്കാടിൽ നടന്ന ഒരു മുഖാമുഖത്തിന്റെ പരാജയവും ജമാഅത്ത് ഇസ്ലാമി അതിൽ നിന്ന് പിൻവാങ്ങി എന്നിട്ടുള്ള ചില പ്രചരണങ്ങളുമൊക്കെ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. പിന്നീട് ഇവർ പറഞ്ഞ മറ്റൊരു സംഗതി, സോളിഡാരിറ്റിയുടെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് യൗവനം പോരാടാനുള്ളതാണ് എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. ആ മുദ്രാവാക്യം തന്നെ തീവ്രവാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ ഷെയ്ഖ് സാഹിബിന്റെ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഒക്കെ പ്രസംഗത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യൗവനം പോരാടാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം എടുത്തപ്പോൾ ജമാഅത്തെ സോളിഡാരിറ്റി യഥാർത്ഥത്തിൽ എന്താണ് പോരാട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ ഇവരിവിടെ യൗവനം മയിലാടാനുള്ളതാണ്. മൈലമ്മ എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയുടെ നേതൃത്വത്തിൽ ജമാഅത്ത് സോളിഡാരിറ്റി പ്രവർത്തകർ ഒരു സമരം നടത്തിയിരുന്നല്ലോ. അപ്പൊ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് യൗവനം മയിലാടാനുള്ളതാണ്, തൗഹീദിലേക്ക്, സ്വർഗത്തിലേക്കുള്ള വഴി തൗഹീദാണ്, തൗഹീദിലേക്കുള്ള വഴി എക്സ്പ്രസ് വേ അല്ല, അത് വേറെ വഴിയാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ആരോപണങ്ങളാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു സമ്മേളനം സംഘടിപ്പിക്കേണ്ടി വന്നതിന്റെ ആവശ്യകത ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് വിശദീകരിക്കുകയുണ്ടായി. നമ്മുടെ സഹോദര പ്രസ്ഥാനങ്ങളുടെ അജണ്ട യഥാർത്ഥത്തിൽ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിൽ നിന്ന്
കൂടുതൽ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്ന് മാത്രമാണ് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അജണ്ടയിൽ വളരെ പ്രധാനപ്പെട്ടത് തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇന്ന് കൊടിയത്തൂരിൽ അവർ പറയുന്ന രീതിയിലുള്ള തൗഹീദിന് വിരുദ്ധമായ ശിർക്കൻ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന മുസ്ലിമീങ്ങൾ ആരാണുള്ളത് എന്ന് അവർ പറഞ്ഞു തരേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രു ഉണ്ടാകേണ്ടതുണ്ട് പ്രവർത്തിക്കുവാൻ. അത് ഒരു വേള ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും, മറ്റൊരു വേള സുന്നികളായിരിക്കും. ഇങ്ങനെ ഒരു ശത്രുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് അമ്പെയ്യാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. ഈ പ്രസ്ഥാനങ്ങളെ ശരിക്കും വിശകലനം നടത്തുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇത്തരം ഒരു വേദി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും തന്നെ ബാലിശമായ വാദഗതികൾക്ക് മറുപടി പറയുകയല്ല ഇതിന്റെ ഉദ്ദേശ്യം എന്ന് പ്രത്യേകമായി ഓർക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വതബീന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഫബശ്ശിർ ഇബാദിയ അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു. സ്റ്റേജിലും ശാസ്ത്രമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനും ഷെയ്ഖ് സാഹിബും കൂടി ഇതുമാതിരിയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3-4 പതിറ്റാണ്ട് ആയിക്കാണും. ചിലപ്പോഴത് യുക്തിവാദികൾക്കെതിരായി, ചിലപ്പോഴത് ശരീഅത്ത് വിമർശകർക്കെതിരായി, വേറെ ചിലപ്പോൾ അത് പല മാർക്സിസ്റ്റുകാർക്കോ മറ്റോ എതിരായി, ചിലപ്പോഴൊക്കെ ഇതുപോലെ മതസംഘടനകളുടെ ആരോപണങ്ങൾക്ക് മറുപടി വരാനും ചോദിച്ചിട്ടുണ്ട്. ഷെയ്ഖ് സാഹിബ് ഇപ്പോഴും അതിനൊക്കെ മെനക്കെടാറുണ്ട്. ഞാൻ അതിനൊക്കെ ഒഴിവായിട്ട് കുറച്ച് കാലമായി. വേറെ പണിയുള്ളത് കൊണ്ടും അപ്പണിക്ക് എന്നേക്കാൾ പറ്റിയ ആളുകൾ വേറെയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടുമാണ് അതിന് മെനക്കെടാതിരുന്നത്. ഇതെങ്ങനെ ഞാനിതിൽ പെട്ടു എന്ന് ചോദിച്ചാൽ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ പറ്റൂ. എന്നെ നാട്ടുകാരാണെന്നും നാടാണെന്നും മനസ്സിലാക്കി വേറെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ഇതിന് തയ്യാറായിരുന്നത്. അല്ലാതെ ആ പോസ്റ്ററിൽ കണ്ട മാതിരിയുള്ള മറുപടിയിൽ അതുപോലെയുള്ള പരിപാടികളിൽ താല്പര്യം യഥാർത്ഥത്തിലില്ല. പല കാരണങ്ങളാണ് ഇല്ലാത്തത്. പ്രത്യേകിച്ച് മുജാഹിദ് പണ്ഡിതന്മാർ ഇവിടെ വന്ന് എന്തൊക്കെയോ പറഞ്ഞു കാണും, പലയിടത്ത് പറയാനൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മഹോന്നതരായ നേതാക്കന്മാരുമായി നിരന്തരം എന്ന് പറഞ്ഞ മാതിരി ബന്ധപ്പെടുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരിക്കലും അവരുടെ ഭാഗത്തു നിന്ന് നിസ്സഹകരണത്തിന്റെയോ അല്ലെങ്കിൽ ഞാൻ ഏതോ മഹാ അബദ്ധത്തിൽ കുടുങ്ങിയ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് എന്ന മട്ടിലുള്ള പെരുമാറ്റം ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നെ അവരൊരു യഹൂദിയായിട്ടോ ഷിയാക്കളിപ്പെട്ട ഒരുവനായിട്ടോ ഖവാരിജായിട്ടോ അതിന്റെ ബാക്കിയൊക്കെയാണ് അത്രേ അവർ മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നോട് എന്നെ ഭയപ്പെട്ട് പറയാതിരിക്കാനുള്ള സാധ്യത ഏതായാലും ഇല്ല. എന്റെ ഈ ഫിസിക്കൽ ഇതിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥം തന്നെ അവർ മനസ്സിലാക്കുന്നത് എന്നെ അവരിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുലർത്തുന്ന ഒരു സാധാരണ മുസ്ലിം എന്ന നിലയിൽ ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് തന്നെയാണ് പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുള്ളത്. അത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. സത്യമാണ്. ഈ അടുത്തുണ്ടായ സംഭവങ്ങൾക്കറിയാമോ, കേരള ഗവൺമെന്റ് ടെക്സ്റ്റ് ബുക്കിൽ 7ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഒരു മതമില്ലാത്ത ജീവനോ ജീവനില്ലാത്ത മതമോ എന്തോ ആ ഒരു പാഠം വന്നിരുന്നു. അത് മുസ്ലിം സംഘടനകൾക്ക് വ്യാപകമായ പ്രതിഷേധമുണ്ടാക്കി. എല്ലാ സംഘടനകളും ചേർന്ന് അതിനെതിരെ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. ഈ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ അതിന്റെ ഒരു കർമ്മ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിൽ സിറ്റിംഗ് പലപ്പോഴും നടന്നു. അവസാനം തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രിയെ പോയി കണ്ടു, സംസാരിച്ചു. ആ പാഠത്തിൽ മാറ്റം വരണമെന്ന് നിർബന്ധിച്ചു. ഏതാണ് അതിനൊക്കെ ഫലവും ഉണ്ടായി. ഇത് മതപരമായിട്ടാണോ കണക്കാക്കേണ്ടത്, ഭൗതികമായിട്ടാണോ എന്ന് എനിക്ക് പോലും പിടികിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഇസ്ലാമികമായ നടപടി എന്ന നിലയിലാണ് സംഘടനകൾ അതിനെ കണക്കിലെടുത്തത് എന്നുള്ളത്. മുജാഹിദുകളും അതെ, മുജാഹിദിലെ 2 വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു.
സുന്നികളുടെ രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു, ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നു, വേറെ പലരുണ്ടായിരുന്നു. അതുപോലെ വിവാഹ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായി. ആ സമയത്തും ഇങ്ങനെയുള്ള ഒത്തുചേരൽ നടന്നു, അതിനും ഫലമുണ്ടായി. ശരി പറഞ്ഞാൽ ഇതുപോലെ കിട്ടാവുന്ന വേദികളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് സംഘടനകളുടെ പ്രതിനിധികളും ഒരുമിച്ചിരുന്നിട്ടുണ്ട്. നീണ്ട 4-5 വർഷക്കാലം കേരള മുസ്ലിം സൗഹൃദ വേദിയുടെ പരിപാടി സിറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ആ സിറ്റിംഗ്സിലെ വിഷയം തന്നെ എന്താണ്? പലപ്പോഴും അതിലെ വിഷയം മാസപ്പിറവിയാണ്. ഇത് ഭൗതികമാണോ മതമാണോ മതേതരമാണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. മാസപ്പിറവിയുടെ പ്രശ്നം വന്ന് സമുദായമാകെ പല തട്ടിലായപ്പോ ചില സമുദായ സ്നേഹികൾ മുൻകൈയെടുത്ത് ഉണ്ടാക്കിയതാണ് ഈ സൗഹൃദ വേദി. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? അടിസ്ഥാനപരമായ വീക്ഷണത്തിലൊന്നും ആരും വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ പോലും എന്തുകൊണ്ടോ പടച്ചോൻ കൂടി സഹായിച്ചിട്ട് പിന്നീട് ഈ പെരുന്നാളും നോമ്പും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കേണ്ട അല്ലെങ്കിൽ ആചരിക്കേണ്ട അവസ്ഥ കേരളത്തിലുണ്ടായില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ഇരിക്കാനേ തയ്യാറില്ല എന്ന് ബഹുമാനരായ ഒരൊറ്റ മുജാഹിദ് പണ്ഡിതനും പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. മറിച്ച് അവരൊരു ഒരുമിച്ച് കൂടിയിരുന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്ന് പ്രസംഗിച്ച മാന്യ സുഹൃത്തുക്കൾ ചിലപ്പോ വികാരം വരുമ്പോ അങ്ങനെയൊക്കെ മനുഷ്യൻ പറഞ്ഞെന്നൊക്കെ വരും. ഒന്നും വലിയ കാര്യമാക്കേണ്ട സംഗതിയില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊത്തം ഈ സമുദായം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ നിങ്ങളോട് വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് എന്റെ ഒരു വിചാരം. ലോകതലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും ഒക്കെ ഈ സമുദായത്തോളം ഇന്ന് പരീക്ഷിക്കപ്പെടുന്ന വേറൊരു സമുദായവും ലോകത്തില്ല. പലതരത്തിലുള്ള കുഴപ്പവും ഉണ്ടാവേണ്ടിയും കലാപവും ലോകത്ത് നടക്കുന്നുണ്ടെങ്കിലും ശരി, ഒരു സമുദായം എന്ന നിലയിൽ ഇത്രയും പരീക്ഷിക്കപ്പെടുന്ന മറ്റൊരു ജനസമൂഹമില്ല. നമ്മുടെ കാര്യം മറ്റുള്ളവരെ പോലെയല്ല. നമ്മൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന, അത് സുന്നികളും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഇമ്മാതിരി പാർട്ടിയൊന്നും ഇല്ലാത്തവരും ഒക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. എന്ത്? നമ്മൾ വിശ്വസിക്കുന്ന ഇസ്ലാമിനെ തന്നെയാണ് ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത്, വേറെ ഒന്നിനെയല്ല. ക്രിസ്തീയ സഭകൾക്കെതിരായുള്ള പ്രശ്നങ്ങളുണ്ട്, സഭകൾ ഇങ്ങോട്ട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ പോലും ഈ നടക്കുന്ന ഈ കോലാഹലങ്ങൾക്കിടയിൽ ക്രിസ്തു മതത്തെ ദോഷകരമായി ഒരാളും നിരീശ്വരവാദികളായി എന്ന് നമ്മൾ പറയുന്ന ആളുകൾ വരെ ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച്, അവരുടെ വിശ്വാസത്തെക്കുറിച്ച്, അവരുടെ മതത്തെക്കുറിച്ച് അവർക്ക് അലോസരമുണ്ടാക്കുന്ന ഒന്നും പറയുന്നില്ല. അങ്ങേയറ്റം ആദരവോടുകൂടിയാണ് സംസാരിക്കുന്നത്. അതുപോലെ മൽഗാവോ സംഭവം പോലെ ഉണ്ടായി ഭീകരവാദത്തിന് ഇവിടുത്തെ ചില സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട ഹിന്ദുത്വവാദികൾ അതിൽ പങ്കെടുത്തുവെന്ന് ഏതാണ്ട് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. അതിന്റെയൊക്കെ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും തന്നെ ഹിന്ദു മതം എന്ന് പറയുന്നത് പ്രതിക്കൂട്ടിൽ ആരും ആക്കുന്നില്ല. നമ്മൾ അങ്ങനെയല്ലല്ലോ അവസ്ഥ. ഇസ്ലാം തന്നെയാണ് ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇസ്ലാം തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അടിസ്ഥാന വിശ്വാസമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ തന്നെ പറയുന്ന തൗഹീദും അതുപോലെ തന്നെ റിസാലത്തും ആഖിറത്തും എല്ലാം ഉൾക്കൊള്ളുന്ന സാക്ഷാൽ ഇസ്ലാമിനെ കുറിച്ച് തന്നെയാണ് ലോകാടിസ്ഥാനത്തിൽ ഇമ്മട്ടിലുള്ള പ്രവോപ്പകരണം നടക്കുന്നത്, മീഡിയ നടക്കുന്നത്. നല്ലപോലെ നമസ്കരിക്കുകയും 5 നേരം നമസ്കരിക്കുകയും പള്ളിയിൽ പോവുകയും അല്പം താടി വളർത്തുകയും ഒക്കെ ചെയ്യുന്നതായ മുസ്ലിം ചെറുപ്പക്കാരനാണെങ്കിൽ അവനെ സംശയിക്കണം. അവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അവൻ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ് എന്ന് വ്യാപകമായ തോതിൽ പ്രവോപ്പകണ്ട നടക്കുകയും. ഈ അടുത്ത ദിവസം ഉണ്ടായ സംഭവം ചില പത്രങ്ങളിൽ വന്നിരുന്നവർ വായിച്ചത് എനിക്കറിയില്ല. അതെന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലെ ഒരു വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ ചില മുസ്ലിമീങ്ങൾ വിമാനം ഏതാണ്ട് പകുതി ആയിക്കഴിഞ്ഞ ശേഷം അവരുടെ എന്തോ സംസാരം ഉറുദുവിലെ മറ്റാണ് സംസാരിച്ചത്. ഉടനെ സഹയാത്രികർക്ക് പേടി തോന്നി, സംശയം തോന്നി. എയർ ഹോസ്റ്റസിനോട് മറ്റോ പറഞ്ഞു, ക്യാപ്റ്റനോട് പറഞ്ഞു. ക്യാപ്റ്റൻ ഉടനെ അന്വേഷിക്കാൻ പറഞ്ഞു. നോക്കുമ്പോഴേക്ക് അവർക്ക് സംശയമായി. ഒരു തരത്തിലും ലക്ഷ്യസ്ഥാനത്തേക്ക് വിമാനം കൊണ്ടുപോയി കൂടാ, ഇതിൽ ഭീകരർ കയറിയിട്ടുണ്ട്. അവരാവും പോലെ പറഞ്ഞു, ഞങ്ങൾ സാധാരണ ഈ നാട്ടിലെ പൗരന്മാരാണ്, രേഖ അവരെടുത്തുള്ള എല്ലാം കാണിച്ചു കൊടുത്തു, ഒരു രക്ഷയുമില്ല. അവസാനം തിരിച്ചിറക്കേണ്ടി വന്നു വിമാനം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നീട് അന്വേഷിച്ച് നോക്കുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള യാതൊരു ബന്ധവും ഇല്ലാത്ത കുറച്ച് ബിസിനസ് നടത്തുന്ന ആളുകളാണ്. എന്നിട്ട് പോലും ആ വിമാനത്തിൽ രണ്ടാമത് അവരെ കയറ്റാൻ തയ്യാറായില്ല. അവർ വേറെ വിമാനത്തിലാണ് യാത്ര ചെയ്തതെന്നൊക്കെ ആ റിപ്പോർട്ടിന്റെ അവസാനത്തിൽ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ലോക തലത്തിൽ ഇന്ന് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പ്രതിച്ഛായ. ഈ പ്രതിച്ഛായയെ മാറ്റി ശരിക്കും ദീനുൽ ഇസ്ലാം എന്താണ്, അത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് എന്ന് ലോകത്തെ ധരിപ്പിക്കാൻ തൽക്കാലം വേറെ ആരും വരാൻ പോകുന്നില്ല. നമ്മൾ തന്നെ വേണമല്ലോ പണിയെടുക്കാൻ. നമ്മൾ വിശ്വസിക്കുന്ന ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ ചിത്രം ഈ ലോകത്തിന് നൽകേണ്ടത് നമ്മൾ തന്നെയാണ്, നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും.
അതിന് ഏത് സംഘടന എത്ര അളവിൽ പ്രവർത്തിച്ചാലും മധ്യമാവുകയില്ല, കുറവേ ആവുകയുള്ളൂ. ആ അർത്ഥത്തിൽ ബഹുമാനരായ നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കള് സാൽവേഷൻ എന്ന പേരിൽ കോഴിക്കോട്ട് അതുപോലെ എറണാകുളത്താണെന്ന് തോന്നുന്നു പ്രദർശനം സംഘടിപ്പിച്ചു. ഗംഭീരമായ പ്രദർശനമാണ്. അതിലൂടെ ആയിരക്കണക്കിന് അമുസ്ലിം സഹോദരന്മാർക്ക് ഇസ്ലാമിന്റെ സന്ദേശം അവരുടേതായ രീതിയിൽ എത്തിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് അതിനെക്കുറിച്ചുള്ളത് 100% അനുകൂലമായ അഭിപ്രായമാണ്, നടക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കേണ്ടതായ സമയവും അധ്വാനവും നമ്മൾ ഈ പരസ്പരം ഏറ്റുമുട്ടലിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നാൽ നഷ്ടമാർക്ക് എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഉപയോഗിക്കുന്നത് മാത്രമല്ല, ശത്രുക്കൾ നമുക്കെതിരെ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യവാദികളും സയനിസ്റ്റുകളും അതുപോലെ ഹിന്ദുത്വ ഭീകരരും ഒക്കെ ചേർന്നുകൊണ്ട് രാജ്യത്തിനകത്തും പുറത്തും മുസ്ലിങ്ങളെയും മട്ടിൽ പ്രതിക്കൂട്ടിൽ കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുന്നയിക്കുന്ന അതേ ആരോപണങ്ങൾ എടുത്ത് നമ്മൾ പരസ്പരം പെരുമാറുകയാണ്. ഒരു കൂട്ടർ വന്ന് പറയാ എന്ന് ഇതിനെല്ലാം ഉത്തരവാദികൾ സെലഫികളാണ്, വേറെ കൂട്ടർ പറയല്ല ഇതിന് മുഴുവൻ ഉത്തരവാദികൾ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്, പിന്നൊരു കൂട്ടർ പറയുന്നു ഇതിന് ഉത്തരവാദി അവരൊന്നും മാത്രം പറഞ്ഞാൽ പോരാ, സെലഫികളൊന്നും ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഇസ്ലാം തന്നെയാണ്. ഞാൻ വെറുതെ പറയല്ല, എന്റെ ഒരു തെളിവുണ്ട്. സാക്ഷാൽ ഇസ്ലാം തന്നെയാണ് ഇതിനൊക്കെ കാരണം. പറയുന്ന ആരാ? മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളും വേറെയുള്ളവരൊന്നുമല്ല. ഈ സമുദായത്തിൽ ജനിച്ച് അതിന്റെ മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന ആളുകളാണ് പറയുന്നത് ഇതിനൊക്കെ ഇസ്ലാം തന്നെയാണ് ഉത്തരവാദി. കാരണം ഇസ്ലാമിൽ ആ വിശ്വാസമുണ്ട്, ഈ വിശ്വാസമുണ്ട്, ഖുർആനിൽ ആ ആയത്തുണ്ട്, ഈ ആയത്തുണ്ട് എന്നൊക്കെ പറയുന്നില്ല. നമ്മുടെ മാഗസീനുകളിൽ നമ്മുടെ മീഡിയയിലൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ വായിക്കുന്നുണ്ടാവുമല്ലോ. ഇത്തരമൊരു ഘട്ടത്തിൽ വെച്ച് നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ വേണ്ടത് അതൊക്കെ അവഗണിച്ചുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന അവസരം മുഴുവൻ അത് വിശുദ്ധ മെമ്പറുകളാണെങ്കിൽ അതുപോലും ഉപയോഗിച്ചുകൊണ്ട് നമുക്കിടയിലുള്ളതായ കണക്ക് തീർക്കാൻ ഉപയോഗിക്കുകയാണോ വേണ്ടത്? നിശ്ചയമായും ജമാഅത്തെ ഇസ്ലാമി കരുതുന്നു ആത്മഹത്യാപരമാണത് എന്ന്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അല്ല, അത് തെറ്റിദ്ധാരണയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അല്ലാന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്താ നിങ്ങളെന്നെ ആലോചിച്ച് നോക്കിയാണ്. ഇന്ത്യ രാജ്യത്ത് 2 തവണ നിരോധം ഏറ്റെടുക്കേണ്ടി വന്ന സ്വതന്ത്ര ഇന്ത്യയിൽ 1975 ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷവും 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ശേഷം ശ്രീ നരസിംഹറാവുവിന്റെ ഗവൺമെന്റും നിരോധിച്ച പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമി. ആ നിരോധത്തിൽ സന്തോഷിച്ച ആളുകളുണ്ട്. ആദ്യത്തെ നിരോധം നടപ്പാക്കിയ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ആയുസ് നീട്ടിക്കിട്ടാൻ കഅബയുടെ കില്ല പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചുവെന്ന് എഴുതിയ പണ്ഡിതരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ഇതുപോലെയുള്ള സന്നിഗ്ധ ഘട്ടത്തിൽ പോലും മുഴുവൻ ഊർജവും മുഴുവൻ സമയവും എല്ലാ ശേഷിയും ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ തന്നെ ഉപയോഗിക്കണമെന്ന് തോന്നണമെങ്കിൽ ഇതെന്തോ സാധനം ആയിരിക്കണമല്ലോ. ഇതിനെയൊന്നും പേരിൽ അത് നശിച്ചില്ലല്ലോ. ഇത്രയും കാലം എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ട് ഉണ്ടായ ഫലം എന്താ? അതാലോചിക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമി അല്ല മറ്റൊരു സംഘടനയാണെങ്കിൽ എന്നോ അത് എന്തായി തീരുമാനം നിങ്ങൾ ആലോചിച്ച് കലങ്ങി ഒലിച്ചു പോയില്ലേ? പക്ഷെ സംഭവിച്ചില്ല. അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും പറയുന്നു ഇതാണ് ഏറ്റവും വലിയ വിപത്ത് എന്നാണ്. ഞാൻ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയം അത് തന്നെയാണ്. ഇപ്പോഴും അതൊരു ശക്തിയാണ് എന്ന് അവർക്ക് തോന്നുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന്റെ ശക്തിയെക്കുറിച്ചൊന്നും അതിന് കവിഞ്ഞ തെറ്റിദ്ധാരണയൊന്നുമില്ല. അതിന്റെ വലിപ്പം ശരിക്കും അതിനറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നത്. അതിന്റെ എല്ലാ പരിധികളെക്കുറിച്ചും അതിന്റെ പരിമിതികളെക്കുറിച്ചും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മെല്ലെ 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 കിട്ടാവുന്ന ആളുകളെ 1 or 2 ഒക്കെ ആയിട്ട് കിട്ടി അവരെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇതുവരെ സ്വീകരിച്ചു വന്ന സമീപനം. അതേ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജിഹാദ് എന്ന് വിശ്വസിക്കുന്ന എന്റെ മാന്യ സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്രയും കാലമായി ജിഹാദിന്റെ കുന്തമുന അതിനെ നേരെ തിരിച്ചു വിട്ടിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടായില്ലെങ്കിലെങ്കിലും ചുരുക്കിയത് മാറി ചിന്തിച്ചുകൂടെയോ? ജമാഅത്തെ ഇസ്ലാമിയോടുള്ള വിമർശനം അവസാനിപ്പിക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. ജമാഅത്തിനെ എതിർത്തോളൂ, വിമർശിച്ചോളൂ, നിങ്ങൾ അതിനെതിരായിട്ട് എഴുതിക്കോളൂ, പ്രസംഗിച്ചോളൂ, നിങ്ങൾക്ക് അതാണ് നല്ല കാര്യമെന്ന് തോന്നുന്നതെങ്കിൽ. പക്ഷേ എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും അത് മാത്രമല്ല നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയതായ പ്രശ്നം, അതല്ല നമ്മുടെ പ്രതിസന്ധി എന്ന് മനസ്സിലാക്കിയിട്ട് നിലപാട് പരിശോധിക്കുന്ന അല്ലേ പുനഃപരിശോധിക്കുന്ന അല്ലേ എന്നുള്ളത് യാഥാർത്ഥ്യബോധമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന്റെ തന്നെ പണവും നമ്മുടെ സമുദായത്തിന്റെ തന്നെ സമയമൊക്കെ അല്ലേ ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, ആലോചിക്കേണ്ടതല്ലേ എന്ന് മാത്രം ചിന്തിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ സമുദായം ഞാൻ ഇപ്പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം സഹോദരന്മാർ, നമ്മുടെ രക്തത്തിന്റെ രക്തമായ, നമ്മുടെ മാംസത്തിന്റെ മാംസമെന്ന് പറയേണ്ട മുസ്ലിം സഹോദരന്മാർ
അങ്ങേയറ്റം നിരപരാധികളായ അവരുടെ സ്ത്രീകളും കുട്ടികളും വെറും 2 ആഴ്ച കൊണ്ട് എത്ര പേരാണ് ഗസയിൽ ഇസ്രായേലിലെ യഹൂദികളുടെ മിസൈൽ ആക്രമണവും ബോംബാക്രമണവും നിർദാക്ഷിണ്യം കൊലയപ്പെട്ടത് എന്നതിന്റെ കണക്കുകൾ പറയേണ്ട സമയമുണ്ടോ, ആവശ്യമുണ്ടോ ഇവിടെ? ഇല്ലല്ലോ. അത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ വിഷയം അപ്പോഴും അതല്ല, നമുക്കിടയിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് വന്നാൽ നമ്മളെക്കുറിച്ച് പിന്നെ എന്ത് പറയണം? ഞാൻ ചോദിക്കുന്നു. മനസ്സിലായി? അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക, 15ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ എല്ലാ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമല്ലേ? ഇനി ഒരിക്കൽ കൂടി ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത് ഈ രാജ്യത്തിലെ ഫാസിസ്റ്റ് ശക്തികളാണെങ്കിൽ വന്നതുപോലെ തിരിച്ചു പോവോ? ഇവിടെ ചരിത്രം ആവർത്തിക്കുക മാത്രമാണോ ഉണ്ടാവുക? കാരണം ഈ ഫാസിസ്റ്റ് ശക്തികളിൽ ഇപ്പോൾ മുന്നിരിക്കുന്ന റോൾ മോഡൽ ആരുടേതാണ്? സാക്ഷാൽ മോഡിയുടേതാണ്, നരേന്ദ്രമോദിയുടേതാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യന്റെ വിസ നിഷേധിച്ചത് ആരാ? ലോകത്ത് എവിടെയാണെങ്കിലും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേരിൽ ഏത് മുസ്ലിമിനെയും ഏത് മുസ്ലിം സംഘടനയെയും വകവരുത്താൻ ഒരു വിരോധവുമില്ല എന്ന് വിശ്വസിക്കുന്ന അമേരിക്കക്ക് പോലും നരേന്ദ്രമോദിക്ക് വിസ കൊടുക്കേണ്ട പ്രശ്നം വരുമ്പോ വേണ്ട, 2 3 പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന് വിസ കൊടുക്കാൻ നിശ്ചയിച്ചു. അങ്ങനത്തെ ആളായി നരേന്ദ്രമോദി. ഈ നരേന്ദ്രമോദിയെയാണ് തങ്ങൾക്ക് മാതൃകയായിട്ട് ഇപ്പോൾ പരസ്യമായിട്ട് ഈ സംഘപരിവാർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെയും അയാളെപ്പോലുള്ളവരുടെയും കൈകളിലേക്ക് ഈ രാജ്യത്തിന്റെ കടിഞ്ഞാണ് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ട അവസാനത്തെ നിമിഷങ്ങളും സന്ദർഭങ്ങളും കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. അതെന്ത് വേണമെന്നതിനെ പറ്റിയൊക്കെ നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. ഞാൻ പറയുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട ഘട്ടത്തിലും നമ്മൾ ചെയ്യുന്നത് അതൊന്നും നമ്മുടെ വിഷയമല്ല, അതൊക്കെ രാഷ്ട്രീയമാണ്, അത് അതുപോലെ നടക്കും. നമ്മുടെ വിഷയം അപ്പോഴും ഇതൊക്കെയാണ്, സമുദായ സംഘടനകൾ തമ്മിലുള്ളതായ വിടുപ്പലക്കലാണ് എന്ന് വന്നാൽ നീറോവിന്റെ ഉദാഹരണമൊന്നും നമുക്ക് ഫിറ്റാവുകയില്ല. റോം എന്തെയ്യുമ്പോൾ നീറോ വീണ വായിച്ചു എന്ന് വന്ന നീറോ നമ്മളെക്കാൾ ഭേദപ്പെട്ടവനാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുതായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എനിക്ക് ഒരല്പം സമാധാനത്തിന് വകയുള്ള ഒരു കാര്യം തോന്നുന്നു. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അത് വിജയിച്ചു കഴിഞ്ഞിരിക്കും. കാര്യം എന്താ? രാഷ്ട്രീയത്തിലേക്ക് മതത്തെ കൊണ്ടുവന്നു, മതത്തെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നതാണല്ലോ ഏറ്റവും വലിയ പരാതി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്. എന്തോ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മതസംഘടനകൾക്ക്, വിശേഷിച്ച് നമ്മുടെ സലഫി സുഹൃത്തുക്കൾക്ക് ഇപ്പൊ എന്താ ജോലി? രാഷ്ട്രീയം പറയുന്നത് വേറെന്താ? ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാൻ വേണ്ടിയാണെങ്കിൽ 5 മണിക്കൂർ പറഞ്ഞത് മുഴുവൻ രാഷ്ട്രീയമല്ലേ? അതാ പണ്ട് 2 പെൺകുട്ടികൾ തമ്മിൽ കണ്ടൊരു കഥയുണ്ട്. 2 കൂടെ പഠിക്കുന്ന 2 കൂട്ടുകാരികളായി അവർ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ച് പിരിഞ്ഞു പോയതിനു ശേഷം നീണ്ട കാലത്തിന് ശേഷം തമ്മിൽ കണ്ടുകൂട്ടി. 2 പേരും വിവാഹിതരായിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം സ്വന്തം ഭർത്താക്കന്മാരിൽ എന്ത് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നാണ് ചർച്ചാ വിഷയം. പൊരുത്തി പറഞ്ഞു, എന്റെ ഭർത്താവിനെ ഞാൻ ലക്ഷപ്രഭുവാക്കി. അതിനു മുമ്പ് അയാൾ എന്തായിരുന്നു? മുമ്പ് കോടീശ്വരനായിരുന്നു. ശരി, നീ എന്ത് ചെയ്തു? എന്റെ ഭർത്താവ് തികഞ്ഞ നാസ്തികനായി, നിരീശ്വരവാദി, നിർമ്മലവാദിയായി. ഇപ്പോൾ അയാളെ ഞാൻ തികഞ്ഞ പരലോക വിശ്വാസിയാക്കി. അതെങ്ങനെ സാധിച്ചു? എന്നെ കെട്ടിയ ശേഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരകം 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 എന്നാണ്. ഇതൊരു മാറ്റാണ്. മനസ്സിലായി? ഇമ്മട്ടിലുള്ളതായ ഒരു പരിവർത്തനം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടിയാണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ രാഷ്ട്രീയവും. ദീൻ ഇസ്ലാമൊന്നുമില്ല. ഇവിടുത്തെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്? ജിന്നുകളെ പറ്റിയുള്ളതാണ്, അതുപോലെ സിഹിർ വലിക്കുകയില്ലേ പോലെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ളതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടുത്തെ തൽക്കാലം ചർച്ച ചെയ്യപ്പെടുന്ന മതം. അതിനെക്കുറിച്ച് ഒന്നല്ല സംസാരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഇത്ര ഗൗരവപ്പെട്ട അത്തരം വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതായിരുന്നു. ഇത്രയൊക്കെ 5 മണിക്കൂർ ഉപയോഗിച്ചിട്ട് ജിന്നുകളുടെ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉറച്ച നിലപാടില്ല എന്ന് പറയേണ്ടതായിരുന്നു. പറയുന്നില്ല. സിഹിർ പലിക്കുകയില്ലേ എന്ന മർമ്മപ്രധാനമായ വിഷയത്തിൽ അബുല്ലാൽ മോദിക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിക്കേണ്ടതായിരുന്നു. ചോദിച്ചില്ല. എന്ത് ചെയ്യും? എല്ലാം പോട്ടെ, കുറെ കാലം, പതിറ്റാണ്ടുകളോളം ഈ ഒടിയത്തൂരടക്കമുള്ള സ്ഥലങ്ങളിലെ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ വേണ്ടി ബഹുമാനരായ നമ്മുടെ സലഫി സുഹൃത്തുക്കളെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്ന വിഷയം എന്താണെന്ന് അറിഞ്ഞൂടെ? ഇബാദത്തിന്റെ അർത്ഥം പറയുന്നതിന് ജമാഅത്തെ ഇസ്ലാമിക്ക് പിടച്ചു പോയിട്ടുണ്ട്. കാരണം അതിന്റെ തലതൊട്ടപ്പനായ അബ്ദുല്ലാ മൗദൂദിക്ക് പിഴച്ചു പോയിട്ടുണ്ട്. ഇബാദത്തിന് ആരാധന എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മൗദൂദി പറഞ്ഞ പോലെ അനുസരണം, അടിമത്തം പോലെയുള്ള അർത്ഥം അത് ഇല്ലേ ഇല്ല.
ഇബാദത്തിന്റെ അർത്ഥം വെച്ചാൽ പിന്നെ തൗഹീദ് വെച്ചു എന്ന് പറയാൻ വല്ലതും ഉണ്ടോ എന്നല്ലേ പറഞ്ഞു വന്നത്? പറയുക മാത്രമാണോ? പുസ്തകങ്ങൾ ഇറക്കിയില്ലേ? പുസ്തകം ഇറക്കുക മാത്രമാണോ? ബഹുമാനായ ഒരു പണ്ഡിതൻ മരിക്കുന്നവരെ ഒരു മാസിക നടത്തിയത് തന്നെ അതിനു വേണ്ടിയാണ്. നിങ്ങൾക്കറിയാലോ, അല്ലാഹു യർഹം കൊച്ചിയിൽ 969 തോന്നും. അത് ഞാൻ പ്രബോധനത്തില് എന്റെ സ്നേഹിതൻ അബ്ദുള്ള ഹസൻ BK ഞങ്ങൾ 3 പേരാണ് ചെറുപ്പക്കാരാ. 69 അന്ന് ഇവരുടെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാർ ബഹുമാനായ അലവി മൗലവി, അതുപോലെ തന്നെ ഉമർ മൗലവി, അതുപോലെ KC അബൂബക്കർ മൗലവി ആയിരുന്നെങ്കിൽ അദ്ദേഹം അവസാന നിമിഷം വന്നില്ല, മൊയ്തീൻകുട്ടി മൗലവിയാണ് പകരം വന്നത്. ഈ 3 മഹാപണ്ഡിതന്മാരും ഞങ്ങളുമായിട്ട് സംവാദം ഏർപ്പെടുത്തി. ഞങ്ങൾ പോയി, അവരും വന്നു അവതരിപ്പിച്ചു. അന്ന് വിഷയം എന്താ വിഭാഗം മനസ്സിലായി? അത് ജയിച്ചു തോറ്റ് അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ വേറെ കാര്യത്തിനും കൂടി അത് സൂചിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി അർത്ഥപൂർണമായ സംവാദങ്ങൾക്ക് തയ്യാറില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. വാദപ്രതിവാദങ്ങൾക്കും കളകൂട്ട് പരിപാടിക്കും ഇല്ലെന്നല്ലാതെ ശരിയായ അർത്ഥത്തിലുള്ളതായ ഡയലോഗുകൾക്കോ സംവാദങ്ങൾക്കോ അവസരം വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും അതിന് വിജയിച്ചിട്ടില്ല. ഞാൻ വേറെ സംഭവങ്ങളോട് പറഞ്ഞുതരാം. ഡോക്ടർ സുലൈമാൻ ഖുശി എന്ന് പറയുന്ന ഖത്തറിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം പലപ്പോഴും കേരളത്തിൽ പലതരം പദ്ധതികളുമായി ബന്ധപ്പെട്ട് വരാറുണ്ടായി. വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരിക്കലും വല്ലാത്ത ഒരു പൂതി. എന്താ പൂതി? ഈ ജമാഅത്തെ ഇസ്ലാമിയും ഈ നദുവത്തുൽ മുജാഹിദ് അല്ലെങ്കിൽ മുജാഹിദ് പണ്ഡിതന്മാരും തമ്മിൽ എന്തിനായി വെറുതെ ആവശ്യമില്ലാതെ ഭിന്നിച്ച് നടക്കുന്ന കാര്യം? സുന്നികളുമായിട്ട് അവർക്ക് ചില അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് സങ്കല്പിക്കാം. ഇതോ അതുകൊണ്ട് രണ്ടു കൂട്ടരുടെയും നേതാക്കന്മാരെ ഒരുമിച്ചിരുത്തിക്കളയാം എന്ന് അദ്ദേഹത്തിന് തോന്നൽ. നമ്മളോട് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, വലിയ കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 3-4 പേര് പോയി. ഷെയ്ഖ് സാഹിബ് ഉണ്ടായിരുന്നു, അതുപോലെ BK സാഹിബ് ഉണ്ടായിരുന്നു, വേറെ ആരുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും പ്രഗത്ഭരായ അന്നത്തെ ആളുകളുണ്ടായിരുന്നു. ഇരുന്നു 3-4 മണിക്കൂർ ചർച്ച നടന്നു. ഒരു ഹോട്ടലിൽ വെച്ചാ ചർച്ച. അതിലേക്ക് ഓർമ്മയുള്ള ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ഒരു തമാശയ്ക്ക് വേണ്ടി പറയാം. ഇതല്ലെങ്കിലൊക്കെ തമാശ തന്നെയാണ്, വലിയ കാര്യമൊന്നുമില്ല. അപ്പോ എന്താ സംഗതി എന്ന് പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയിൽ ബറേലവികൾക്കും ബിദഈകൾക്കും അങ്ങനെയുള്ളവർക്ക് വരെ മെമ്പർഷിപ്പ് കൊടുക്കുന്നു. അതെ, തനി കുബൂരികളായ, അങ്ങനെ അവരുടെ ഭാഷ, അതിന്റെ ഭാഷയല്ല, കുബൂരികളായ ആളുകൾക്ക് വരെ ജമാഅത്തെ ഇസ്ലാമിൽ അംഗമാവാം. ഞങ്ങൾക്ക് മുജാഹിദുകൾക്ക് സെലഫികൾക്ക് എന്നോട് യോജിക്കാൻ പറ്റില്ല, ഞങ്ങളവരെ പറ്റില്ല അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒരു മൗലികമായ സ്വഭാവമാണ്. അപ്പൊ ഇദ്ദേഹങ്ങൾ തിരിഞ്ഞ് ഞങ്ങളോട് ചോദിച്ചു, ശരിയാണ് പറയുന്നത്? ഞാൻ പറഞ്ഞു, അതല്ല ശരി, അതിന്റെ അപ്പുറത്ത് ശരിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും വരെ കൊടുക്കും. കൊടുക്കും. എന്നിട്ട് ഭരണഘടനയുടെ ആദ്യത്തെ ക്ലോസ് എടുത്ത് വായിച്ചു. ഈ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ പൗരന്മാരായ ഇന്ത്യ രാജ്യത്ത് പൗരത്വമുള്ള ഏതൊരാൾക്കും ഈ സംഘടനയിൽ അംഗത്വം സ്വീകരിക്കാവുന്നതാണെന്ന് വാചകം ഞാനോട് വായിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം തന്നെ ഒന്ന് ചോദിച്ചു, അപ്പൊ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി ആവാം, പക്ഷേ താഴെ പറയുന്ന കണ്ടീഷൻസ് അംഗീകരിച്ചാൽ. താഴെ പറയുന്ന കണ്ടീഷൻസിലെല്ലാം ഉണ്ട്, മനസ്സിലായി? അപ്പൊ ആ കണ്ടീഷനിൽ ഇതും ഉണ്ട്. എന്ത്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അല്ലാതെ സത്യത്തിന്റെ മാനദണ്ഡമാക്കാൻ പറ്റില്ല. അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ പറ്റില്ല എന്ന് തുടങ്ങിയുള്ള എല്ലാ വിശദീകരണവും അതിനകത്തുണ്ട്. അതാണ്ട് വായിച്ച് ഒരു വിറയൽവിയോ അങ്ങനെ അപ്പുറത്തുള്ളവനോ വന്നാലും കുഴപ്പമൊന്നും ഞങ്ങൾക്കില്ല. കാരണം അയാൾ പിന്നെ അള്ളാഹനല്ലാതെ പ്രാർത്ഥിക്കൂല. അയാൾ പണ്ട് പറയലുകയായിരുന്നു, അത് നോക്കി എന്തായാലും എന്താ ചെയ്തും അതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോ പ്രശ്നമില്ല. അപ്പൊ ഇതുപോലെയുള്ള ഡയലോഗുകൾ സംവാദങ്ങളൊക്കെ വേണ്ടി വരും. തീർച്ചയായിട്ടും അതിനെയൊന്നും വാതിലുകൾ അടയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഖുർആൻ പറഞ്ഞതാണ്, വജാദിൽഹും ബില്ലത്തി അഹ്സൻ. ഏറ്റവും നല്ല രീതിയിൽ സംവാദം നടത്തുക എന്നുള്ളത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ അംഗീകൃതമായ രീതിയാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കോഴിക്കൊത്ത് മാതിരിയുള്ള പരിപാടിക്ക്, കാളപ്പൂര് പോലെയുള്ള പരിപാടികൾക്ക് ഇതിനൊന്നും ജമാഅത്തെ ഇസ്ലാമി പണ്ടേ താല്പര്യമെടുത്തില്ല. അത് പറയാനുള്ളത് തോറ്റുപോകുമെന്ന് വിചാരിച്ചിട്ടാണ്. ആയിരിക്കും, മുൻകൂർ ജാമ്യം എടുക്കാൻ തോൽക്കും വിചാരിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും ശരി, അത് ജമാഅത്തെ ഇസ്ലാമിക്ക് ആ പരിപാടിയില്ല, അത് ഇനിയുമില്ല, എവിടെയില്ല. അതുകൊണ്ടാണ് നേരത്തെ സ്വാഗതപ്രാസംഗം പറഞ്ഞിരിക്കുക, എന്ത് ഇനിയൊരു മറുപടി ഉണ്ടെങ്കിൽ ഞങ്ങളെ മറുപടിക്കൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം. ഏതായിരുന്നാലും ശരി, ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കല്ല സമയം കളയുന്നത്. വിഷയത്തെ പർവ്വതീകരിച്ച് കൂടെ കൊണ്ടുപോകില്ല. അതിനപ്പുറത്ത് നമ്മളെല്ലാവരെയും ഇത് ബാധിക്കും. നമ്മൾ ആദർശപരമായി വിശ്വാസപരമായി ബാധിക്കുക മാത്രമല്ല, സാമ്പത്തിക മാന്യം ലോകതലത്തിൽ അതൊരു പ്രശ്നമായി മാറി, ഇന്ത്യ തലത്തിലായി മാറി, കേരളത്തിലേക്ക് മാറിക്കഴിഞ്ഞ് നമ്മുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗൾഫ് നാടുകളിൽ കൊടിയത്തൂർക്കാരും ചെറുമംഗലൂർക്കാരും ഒക്കെ അടക്കം മലയാളികൾ മാത്രം 20 ലക്ഷമുണ്ട്. 8 ലക്ഷം UAE-യിലുണ്ട്.
5 ലക്ഷം മലയാളികൾ സൗദി അറേബ്യയിൽ ജോലിയുണ്ട്. ഈ ആളുകളുടെയൊക്കെ ഭാവി എന്താവും? പ്രത്യേകിച്ച് അവിടെ എണ്ണയുടെ ഭീകരമായ വിലയിടിവ്, രണ്ടാമതായി ലോകാടിസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യം, അങ്ങനെ ഈ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. തിരിച്ചു വന്നാൽ അവരെന്താവും? അവരുടെ കുടുംബങ്ങളെന്താവും? ഇതൊരു ഭാഗത്തുള്ള പ്രശ്നമാണ്. അതോടൊപ്പമുള്ള പ്രശ്നമാണ് ഈ സാമ്പത്തിക മാന്ദ്യം എന്തുകൊണ്ടുണ്ടായി. അപ്പൊ ലോകാടിസ്ഥാനത്തിലെ ഏറ്റവും വിദഗ്ധമായി, ഏറ്റവും അഗാധമായി ഈ വിഷയം പഠിക്കുകയും ചർച്ച ചെയ്യുകയും ഗവേഷണം നടത്തുന്ന ആളുകൾ തുറന്നു പറയുന്നു, 2 കാരണങ്ങളാണ് ഇങ്ങനെ സംഭവിക്കേണ്ടത്. അതിലൊന്ന് പലിശയാണ്, രണ്ടാമത് ഊഹക്കച്ചവടമാണ്. പലിശയിലും ഊഹക്കച്ചവടത്തിലും അധിഷ്ഠിതമാണ് ആധുനിക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അതതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ സ്വാഭാവികമായി സംഭവിച്ചതാണ് ഈ തകർച്ച. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഉപേക്ഷിച്ചേ മതിയാവും, പലിശയും ഊഹക്കച്ചവും. അതിനൊന്നും വിശദാംശത്തിലേക്ക് അപ്പൊ കിടക്കില്ല. ഒരു കാര്യങ്ങൾ ആലോചിച്ച് നോക്ക്. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ യജ്ഞത്തിൽ വതായിലെ അവസാനത്തെ പ്രസംഗത്തിൽ എന്ത് പറഞ്ഞു? അതിനു മുമ്പ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പലിശ ചില്ലിക്കാശാണെങ്കിൽ പോലും നിങ്ങളത് ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള യുദ്ധപ്രഖ്യാപനമാണ് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. അത്ര അതിനപ്പുറത്തേക്ക് ഇങ്ങനെ അത് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവസാനം പറഞ്ഞത് എന്ത്? ജാഹിലിയ കാലത്ത് ഇപ്പൊ പലിശയൊന്നുമില്ല, ഞാൻ ഖുർആൻ നിരോധിച്ചു, ഞാൻ നിരോധിച്ചു. എന്നാൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പലിശ ഇടപാട് നടത്തിയതിന്റെ ചില കുടിശ്ശികയൊക്കെ കിട്ടാണ്ടല്ലോ, അതടക്കം എന്റെ ഈ കാൽ ചുവട്ടിൽ ഞാൻ ഇതാ ചവിട്ടി അടയ്ക്കും. പക്ഷെ ചവിട്ടി അടയ്ക്കുന്നത് നിങ്ങളതല്ല, എന്റെ എടാപ്പ, എന്റെ പിതൃ സഹോദരൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിഫ് ഈ ഭാഗത്ത് ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ്, അദ്ദേഹം വലിയ പലിശ ഇടപാടുകാരനാണ്, അദ്ദേഹത്തിന് ആ വകയിൽ വലിയ സംഖ്യയൊക്കെ കിട്ടാനുണ്ട്, അതാണ് ഞാൻ ഒന്നാമതായി ചവിട്ടി തേക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച മഹാനാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തന്നെയാണ് പറയുന്നത്, ഊഹക്കച്ചവടം നടക്കരുത്, ഒരു കാര്യത്തിലും നടത്തരുത്. നിങ്ങളിൽ വില മതിക്കുന്ന സാധനങ്ങളെ കയ്യിലുണ്ടോ? അതിന്റെ അയപ്പടക്കം തുറന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്ന കച്ചവടമല്ലാതെ ഊഹത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു കച്ചവടം എന്നൊക്കെ പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ നീണ്ട 14 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോകത്തിന് മനസ്സിലായത്. ആരും കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിഞ്ഞപ്പോ എന്ത് ആകെ തകർന്നിരിക്കുന്നു എന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളായ അമേരിക്കയും ജപ്പാനും ജർമ്മനി അടക്കമാണ് തകർന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെയൊക്കെ പലിശയുടെ നിരക്ക് പരമാവധി കുറച്ചുകൊണ്ട്, ജപ്പാനിൽ അത് 1% യൂറോപ്യൻ യൂണിയൻ അത് 3% കുറച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോകത്തോട് പറയാൻ നമുക്ക് കിട്ടിയ ഒന്നാം തരം അവസരം എന്ത് മനസ്സിലായില്ലേ? ഇപ്പോ പടച്ചതമ്പുരാനും മനുഷ്യന് നൽകിയ സന്മാർഗത്തിന്റെ മേന്മ തിരിഞ്ഞോ? ഞങ്ങളുടെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ എന്ന് ചോദിക്കേണ്ട സമയത്താണ് നമ്മൾ പറയുന്നത് എന്ത്? അതൊക്കെ രാഷ്ട്രീയമാണ്, അത് സാമ്പത്തികമാണ്, അതിലൊന്നും ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞ് സമയം കളയാൻ പറ്റില്ല. പകരം കിട്ടുന്ന ബാങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുമോ നോക്കാം, അവിടുന്ന് പലിശ എങ്ങനെ അടിച്ചെടുക്കാൻ നോക്കാം എന്ന് പറയാനാണ് നമ്മൾ തീരുമാനിച്ചതെങ്കിൽ നമ്മളുടെ ദയനീയാവസ്ഥ എത്രത്തോളം നിങ്ങൾ ആലോചിക്കണം. എന്റെ ബഹുമാന്യരായ സെലഫി സുഹൃത്തുക്കളോട് എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ സന്ദർഭത്തിൽ ഇസ്ലാം അതിൽ ഇടപെടേണ്ടതില്ലേ? നിങ്ങളത് പറയണം. ഇതിലിടപെട്ടാൽ അത് ജമാഅത്തെ ഇസ്ലാമിയും മൗദൂദിയും രാഷ്ട്രീയം കളിച്ചതാവോ? ഇത് പറയാൻ പാടില്ലാത്ത പല രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണോ ഇത്? നമുക്കൊന്നും പല വിഷയം കൈകാര്യം ചെയ്താൽ തന്നെ അവരിവിടെ എത്തുമോ? നിങ്ങൾക്കറിയാം, നമ്മുടെ മൻമോഹൻ സിംഗ്, നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹം റിസർവ് ബാങ്ക് ഓണറായിരുന്നു നേരത്തെ. അദ്ദേഹം പറയുന്നത് പലിശരഹിതമായ ബാങ്കിങ്ങിന് ഇന്ത്യയിൽ നല്ല സ്കോപ്പാണ്. പിന്നെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നു. അദ്ദേഹത്തിന് അപ്പോഴും അതിനെക്കുറിച്ച് ബോധമുണ്ട്. അങ്ങനെ പ്ലാനിംഗ് കമ്മീഷന്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട മെമ്പർ അതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഇന്ത്യ രാജ്യത്ത് ഇൻട്രസ്റ്റ് ലെസ് എക്കണമി അല്ലെങ്കിൽ ആ ഏർപ്പാട് ബാങ്കുകളിൽ ഉണ്ടായേ മതിയാവൂ. അമേരിക്കയിലെ സിറ്റി ബാങ്ക്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് പോലെയുള്ള ലോക ബാങ്കുകളടക്കം ഈ പലിശരഹിതം, അവരതിന് പേരുള്ള ഇസ്ലാമിക് കൗണ്ടർ തന്നെ,
ഏർപ്പെടുത്തിയിരിക്കെ ഇന്ത്യ രാജ്യത്ത് പലിശരഹിതമായ ബാങ്കിംഗ് സമ്പ്രദായം കൊണ്ടുവന്നേ തീരൂ എന്ന് പറയുന്നത് ആര് നിങ്ങൾ ആലോചിക്കണം. അതാ അവരെ എത്തിച്ചത് ആര് നിങ്ങൾ ആലോചിക്കണം. സയ്യിദ് അബുൽ അലാ മൗദൂദി വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. അദ്ദേഹം ബുക്ക് തന്നെ എഴുതി, പലിശ എന്ന പേര് സൂദ്. പലിശ കൊണ്ട് ആരും നന്നായിട്ടില്ല, തകർന്ന ചരിത്രമേ ഉള്ളൂ. മുസ്ലിം സമുദായത്തിന്റെ പോലെ തകർച്ചയ്ക്ക് കാരണം പലിശ വാങ്ങിയതാണ്, വാങ്ങാത്തതല്ല. എന്താ അങ്ങനെ പറയേണ്ടി വന്നു പറയുന്നത്? നമ്മളെ തന്നെ കേരളത്തിലെ ബഹുമാന്യരായ സലഫി പണ്ഡിതന്മാരും അന്നത്തെ ഏറ്റവും, ഞാൻ അവരുടെ പേര് പോലും ഇപ്പൊ പറയില്ല, ആ മഹാന്മാരായ പണ്ഡിതന്മാർ പോലും ആലോചിച്ചു എന്താ മുസ്ലിം സമുദായം സാമ്പത്തികമായി പിന്നോക്കമായത്. സാമ്പത്തികമായ പിന്നോക്കമായ കാരണം ബാങ്കുകളായിട്ട് ഇടപെടാത്തതുകൊണ്ടാണ്. എന്താ ബാങ്കുകളായിട്ട് ഇടപെടാത്തത്? അപ്പൊ അത് പലിശയുണ്ട്, അതുകൊണ്ടാണ് ഇടപെടാത്തത്, അതുകൊണ്ട് പിന്നോക്കമായി. അപ്പൊ എന്താ വഴി? അപ്പൊ ആലോചിച്ച് നമുക്കൊരു ബാങ്ക് ഉണ്ടാക്കിയാൽ എന്താ? എന്ത് ബാങ്ക്? ഹീലത്തു റിബ ബാങ്ക്. ഇങ്ങനെ പലിശ വാങ്ങണം, എന്നാൽ അത് പലിശയുടെ പേരിലായിരിക്കരുത് ആ ഹീലത്ത്. അങ്ങനെ ഹീലത്തു റിബ ബാങ്ക് തുടങ്ങിയാലെന്ന് ആലോചിച്ച സമയത്താണ് ശക്തമായി എതിർത്ത് മുഹമ്മദ് റഹ്മാൻ സാഹിബാണ്. പരേതനായ സ്വാതന്ത്ര്യ സമര സേനാനി ഏറ്റവും ഒടുവിൽ കൊടിയത്തൂർ പ്രസംഗിച്ചു പോയ മാന്യദേഹം, അദ്ദേഹമാണ് എതിർത്തത് അമ്മാരി മണ്ണത്തരത്തിന് പോകാൻ പറ്റില്ലെന്ന്. നിങ്ങൾക്ക് അതിന് സംശയമുണ്ടെങ്കിൽ എം റഷീദ് എഴുതി അദ്ദേഹത്തിന്റെ മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ പറ്റിയുള്ള പുസ്തകം വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെയാണ് അവർ ചിന്തിച്ചതെങ്കിൽ സയ്യിദ് അബുൽ അലാ മൗദൂദി ചിന്തിച്ചത് പലിശരഹിതമായ ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച്. അദ്ദേഹത്തിന്റെ പിൽക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര ശൂറാവും കൂടി അംഗമായിരുന്ന ഡോക്ടർ മുഹമ്മദ് അജാദുല്ല സിദ്ദീഖി, അദ്ദേഹം പിന്നീട് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് അക്കാദമി വിഭാഗത്തിന്റെ ഹെഡായി വന്നു. അദ്ദേഹം അതിനെപ്പറ്റി പുസ്തകം എഴുതി, എന്ത്? ബിലാസുൽ ബങ്കാരി, പലിശയില്ലാത്ത ബാങ്കിങ് എന്ന്. പിന്നീട് അത് പലരും ഏറ്റെടുത്തു. ഇന്ന് ലോകത്ത് തന്നെ ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്നത് എന്റെ അറിവിൽ ഏതാണ്ട് 70 ചില്ലാനും രാജ്യങ്ങൾ അത് പ്രവർത്തിക്കും. അതിന്റെ ഈ സാമ്പത്തിക മാന്ദ്യം ഒരിക്കലും ബാധിക്കാത്ത ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ അത് ഈ ഇസ്ലാമിക് ബാങ്കുകളാണ്. അതാണ് സാമ്പത്തിക മാന്ദ്യത്തിന് അടുത്തുള്ള പോകാത്ത ബാങ്കുകൾ ഉണ്ടെങ്കിൽ ഈ ഇസ്ലാമിക് ബാങ്കിങ് നെറ്റ്വർക്കാണ്. ഇനി ഞാനിത് പറഞ്ഞെങ്കിൽ വിശ്വാസം ഇല്ലെങ്കിൽ സലഫിയായ ബഹുമാനായ സുഹൃത്ത് പി അബ്ദുൾ റഷീദ് മാഷ് കാണും ഈ പോകുന്ന വഴിയിൽ, അരീക്കോട്ട് പോകുന്ന വഴിയിൽ അദ്ദേഹം താമസിക്കുന്നുണ്ട്. അദ്ദേഹം സലഫിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചൊക്കെ വിശദീകരണം അദ്ദേഹം പറഞ്ഞിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റിയ ഒന്നാമത്തെ സന്ദർഭത്തിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒളിച്ചുകൂടുക. ഇത് നമ്മുടെ വിഷയമല്ല, അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ BJP-ക്കാരനോ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു പാപ്പരത്വം വരെയുണ്ട്. ഇതിലപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയം ജമാഅത്തെ ഇസ്ലാമിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു തെറ്റിദ്ധാരണയില്ല ഇതൊക്കെ പറയണമെങ്കിൽ നാളെ ഇവിടെ മറ്റന്നാൾ ഇക്കുമത്തയിലായി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ഒരു കാര്യം പറയും, അന്തിമമായിട്ട് ഈ രാജ്യവും ലോകവും നന്നാവണമെങ്കിൽ പലിശരഹിതമായ, ചൂഷണരഹിതമായ, മർദ്ദർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും നീതി പുലരുന്ന, മനുഷ്യരൊക്കെ പരസ്പരം സ്നേഹിക്കുന്ന ഒരു ഭരണവ്യവസ്ഥ ഉണ്ടായേ തീരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട്, മരിക്കണവരെ പറയും. എന്തുകൊണ്ട് പറയുന്ന വാശി കൊണ്ടല്ല, അനുഭവങ്ങളാണ് പഠിപ്പിക്കുന്നത്. ലോകത്തിമ്മട്ടിൽ യുദ്ധം വിതച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വം, മറുഭാഗത്ത് ചോര, മനുഷ്യന്റെ പച്ചയായ ചോര പലിശയിലൂടെയും തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ഊറ്റിക്കുടിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ, അതോടൊപ്പം തന്നെ കടുത്ത അഴിമതി അതിന്റെ മാക്സിമത്തിൽ ഇങ്ങനെയുള്ള ഒരു സംവിധാനം നടക്കുമ്പോ അതിലൊക്കെ നമുക്ക് വിഹിതം കിട്ടിയാൽ മതി, അതേ മുസ്ലിമിനെ നോക്കേണ്ടതുള്ളൂ, ബാക്കി നമ്മുടെ വിഷയം ജിന്നും സീനും തന്നെയാണെന്ന് പറയണമെങ്കിൽ അതിന് അസാമാന്യമായ ബുദ്ധിശൂന്യത വേണമെന്നാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അത് ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിക്കുന്ന കാര്യമല്ല. ആരെന്ത് പ്രസംഗിച്ചാലും ശരി, നേരെ തിരിച്ച് വളരെ ആത്മാർത്ഥമായി ജമാഅത്തെ ഇസ്ലാമിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്, ഇതിനൊന്നും നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ട, നിങ്ങൾ ഏറ്റെടുത്തോളൂ. ബഹുമാനരായ സലഫി പണ്ഡിതന്മാരായാലും സുന്നി പണ്ഡിതന്മാരായാലും നിങ്ങൾ ഏറ്റെടുത്തോളൂ. പക്ഷെ ഈ പണി നിങ്ങൾ ചെയ്യണം. അള്ളാഹും റസൂലും പറഞ്ഞ രീതിയിലുള്ള മൂല്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങളൊന്നും ഇപ്പൊ ചെയ്യുന്നില്ലെന്നല്ല പറയുന്നത്, തീർച്ചയായും ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അതൊന്നല്ല വിഷയം. പക്ഷെ അത് പോരാ, മാറ്റിയേ മതിയാവും. മാറ്റിയേ മതിയാവും എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാ. എന്താ പേടി? പോരാട്ടം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾക്ക് മുട്ടുവിറക്കുകയും മൂത്രമൊഴിക്കുകയും ചെയ്യാം. ഇതെന്ത് കഥയാ? ബാക്കി ആര് പറഞ്ഞാലും മുജാഹിദുകൾ അത് പറയാൻ പാടില്ല. എന്താ മുജാഹിദുള്ള വാക്കിനർത്ഥം? എന്നാ പിന്നെ ആ വാക്ക് തിരുത്തണ്ടേ? അതിന്റെ ഏതർത്ഥം വെച്ച് നോക്കിയാലും സമരം ചെയ്യുന്നവൻ പോരാളി എന്നല്ലേ ആ വാക്കിനർത്ഥം. ചെയ്യുന്ന സമരം ശിർക്ക് വിധേയത്തിന് നേരെ തന്നെയാവട്ടെ, വാക്കിനർത്ഥമാണല്ലോ. അപ്പോ ഈ സോളിഡാരിറ്റി കുട്ടികൾ അതൊക്കെ കണ്ട് പഠിച്ചിട്ട് ആ പോരാട്ടം എഴുതിപ്പോയത്. ഇപ്പൊ അവരെ നേരത്തില്ല. എന്ത് ചെയ്യും?
അത് ഇസ്ലാമിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്കറിയാം, ഈ ലോകത്ത് ദീനുൽ ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതും ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് ചെയ്യുന്നതൊക്കെ എന്താണ്? ജിഹാദാണ്. ആളെ കൊല്ലല്ലോ ജിഹാദ്. അപ്പൊ അങ്ങനെയുള്ള ജിഹാദിന്റെ അർത്ഥം തന്നെയാണ് ഈ പോരാട്ടം എന്ന് പറയുന്നത്. പോരാട്ടം എന്തിനുള്ളതാ? തിന്മകൾക്കെതിരായിട്ടുള്ളതാ. ആര് പറഞ്ഞു ഇത്? അള്ളാഹു റസൂലും പറഞ്ഞു. വേറെ ആരാ പറയേണ്ടത്? നിങ്ങൾ അള്ളാഹിന്റെ ഖുർആൻ എടുത്ത് നോക്ക്. ഏത് പ്രവാചകനാണ് തന്റെ കാലഘട്ടത്തിലെ എതിരെ പോരാടാതെ മരിച്ചു പോയത്? ഒരാളെ പറയാം. ലക്ഷത്തിൽ ചില്ലാനും പ്രവാചകന്മാരുണ്ട്. അവരെല്ലാവരും പേര് ഖുർആനിൽ പറഞ്ഞില്ല. 25 ആളെ വിശദമായി പറഞ്ഞില്ല. പറഞ്ഞു നോക്കുകയാണ്. മഹാനായ ലൂത്ത് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആനിൽ 17 തവണ പരാമർശിച്ചില്ലേ? ചിലടത്ത് കുറച്ച് വിശദമായിട്ട് തന്നെയുണ്ട്. എന്താ പറഞ്ഞത്? ലൂത്ത് നബി അലൈഹി ഇസ്ലാം തന്റെ സമുദായത്തോട് ശിർക്കിനെ പറ്റിയുള്ളൂ പറഞ്ഞോ? പറഞ്ഞില്ല. ഇല്ല, ഖുർആനില്ല. എനിക്കറിയൂ, ഖുർആനകത്തില്ല. ശിർക്കിനെ പറ്റിയോ അതുപോലെ അന്ധവിശ്വാസങ്ങളെ പറ്റിയോ ഒന്നും പറഞ്ഞായിട്ട് കാണുന്നില്ല. പറഞ്ഞ 2 കാര്യം. എന്താ അത്? ലോകത്ത് ഇന്ന് വരെ ആരും ചെയ്യാത്ത സദാചാര വിരുദ്ധമായ അധാർമിക പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പുരുഷനെ ഉപയോഗിക്കുക എന്ന് പറയുന്ന പച്ച തോന്നിയവാസം ചെയ്യുന്നത് നിങ്ങളാണ്. നിങ്ങൾ ദയവായിട്ട് നിർത്തണം. നിങ്ങൾ ആ ചെയ്യുന്നത് സഹിക്കാൻ പരസ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. നാണം കെട്ടപ്പടി. അതുകൊണ്ട് നിങ്ങൾ അതിന് പിന്തിരിയണമെന്ന് തന്നെ പറയാനൊരു പ്രവാചകൻ. നിങ്ങൾ ആലോചിച്ച് നോക്കെ. അവസാനവും ആ സമുദായ അദ്ദേഹത്തോട് പ്രതികരിച്ചത് എന്ത്? എടോ ലൂത്തെ, നീയും കുറച്ച് ആളുകളും ഒരു പരിശുദ്ധാത്മാക്കൾ പോയി നാട് കാര്യമാക്കി തരും, ഞങ്ങൾ കുറച്ച് അത്യാവശ്യത്തൊക്കെ ചെയ്യും എന്നല്ലേ മറുപടി പറഞ്ഞത്. അവസാനം അള്ളാഹുത്തല ഇടപെട്ടു. അങ്ങനെ സോദവും ജോമുറ എന്ന് പറയുന്ന 2 ഗ്രാമങ്ങളെ അള്ളാഹുത്തല അട്ടിമേൽ അട്ടിമറിച്ചത് ഇന്നും ഇസ്രായേലിന്റെ ശവക്കടൽ എന്ന പേരിൽ നടക്കുന്നു എന്നെല്ലാവരും കാണുന്നു എന്നെല്ലാവരും പറയും. അറിയില്ലേ? മഹാനായ ഷുഐബ് അലി ഇസ്ലാം ചെയ്തത്? അദ്ദേഹത്തിന്റെ സമുദായം വിഗ്രഹാരാധന നടത്തിയതിന് അദ്ദേഹം നിശ്ചയമായി നിർത്തതോടൊപ്പം തന്നെ പറഞ്ഞു, കച്ചവടത്തിന് കൃത്രിമം കാണിക്കരുത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, വലാത്ത അഷിയാവും എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ പ്രതികരണം തന്നെ എന്താ? ഈ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞ് അവസാനം ഞങ്ങൾ 4 കാശുണ്ടാക്കുന്ന മേലും കറന്നു കഴിയും. ഞങ്ങൾ 4 കാശുണ്ടാക്കുന്നത് തനിക്കെന്താടാ? നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞ അത് ചെലവില്ലാത്ത പ്രശ്നം എന്ന് പറഞ്ഞല്ലേ അദ്ദേഹം വിട്ടില്ല. ഞാൻ അതും പറയും ഇതും പറയും. തന്റെ കച്ചവടക്കാരായ തന്റെ സമുദായത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം കൃത്രിമ കച്ചവടത്തിലൂടെ കാശുണ്ടാക്കുകയും ജനങ്ങളെ ചൂഷണം നടത്തുകയുമാണെന്ന് ബോധ്യപ്പെട്ട പ്രവാചകൻ അതിന് നേരെ കണ്ണടച്ച് അതൊന്നും എന്റെ പണിയല്ല, വല്ല പത്തുവ ഉണ്ടെങ്കിൽ പറഞ്ഞാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അതാ ഇനി മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്താ ചെയ്തതെന്ന് ഞാൻ കൂടെ വിശദീകരിക്കാൻ സമയം കളയേണ്ടതുണ്ട്. അദ്ദേഹം അല്ലേ ലോകത്ത് ഏറ്റവും മാതൃകാപരമായ ഒരു ഭരണത്തിന്റെ രൂപരേഖ കാണിച്ച് പോയി. ഇതൊക്കെ സെലഫി സുഹൃത്തുക്കൾ അവരുടെ പാഠപുസ്തകങ്ങളിലൂടെ തന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഞാനത് വായിച്ച സമയങ്ങളിലെന്ന് വിചാരിച്ച ഞാനത് ചോദിക്കുന്നതിനെ ഞാൻ വായിക്കുകയും ചെയ്യാം. അപ്പൊ ആ സമയത്ത് അതിലെന്താ എഴുതിയിരിക്കുന്നത്? വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഭരണം സ്ഥാപിച്ചിട്ടുണ്ട്. മദീനത്ത് മാത്രം സ്ഥാപിച്ചു എന്നത് തെറ്റിദ്ധാരണയാണ്. മക്കത്ത് തന്നെ അദ്ദേഹം അതിന് പണിയെടുത്തിട്ടുണ്ട്. അദ്ദേഹം മദീനത്തേക്ക് ഹിജ്റ പോയ ശേഷം അത് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് അവർ നിഷേധിക്കുന്നില്ല. അപ്പൊ മുഹമ്മദ് നബി ചെയ്യുന്ന ഒരു പണിയാണ് എന്നല്ല അദ്ദേഹം ഇത്രത്തോളം പറഞ്ഞില്ലേ, എന്റെ സുന്നത്ത് മാത്രമല്ല ഖുലഫാഉർ റാഷിദീനുൽ മഹ്ദിയീൻ, സന്മാർഗചാരികളായ ഖുലഫാഉർ റാഷിദീകളുടെ സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. എന്താ സുന്നത്ത്? ഒരു മതപരമായ കാര്യ, ഒരു ആത്മീയ കാര്യ അല്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ എങ്ങനെയാണ് ഖലീഫയെ തെരഞ്ഞെടുത്തത്? സഖീഫത്ത് ബനു സായിദ എന്ന് പറയുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ അന്ന് അൻസാരികളും കുറെ മുഹാജിറുകളും കൂടി യോഗം ചേർന്ന സമയത്ത് എന്താ സംഭവിച്ചത്? നമുക്ക് മുഹമ്മദ് നബിയുടെ പിൻഗാമിയായിട്ട് ആരെ തെരഞ്ഞെടുക്കുന്ന സംശയം വന്നപ്പോ ഒറ്റ കാര്യം പറഞ്ഞത്, നബിയുടെ അസാന്നിധ്യത്തിൽ പള്ളിയിൽ ഞങ്ങൾക്ക് ഇമാമായി നിന്നത് ആരാണോ അദ്ദേഹത്തെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഭരണത്തിന് ഇമാമായി നിശ്ചയിക്കുകയാണ്. ഖലീഫയായിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ പേര് താമസിക്കുന്നു, അവരടങ്ങിയിരിക്കുന്നു. ഇതല്ലേ സംഭവം. അപ്പോ ഈ ആത്മീയതയെയും അതുപോലെ തന്നെ ഭരണത്തെയൊക്കെ വേർപെടുത്തുക എന്ന രോഗം മുസ്ലിമീങ്ങൾ ഉണ്ടായതേ അല്ല. ഒരൊറ്റ സെലവിക്കും ഇനി 31 ദിവസം ഇവിടെ പരമ്പര നടത്തിയാലും അത് തെളിയിക്കാൻ പറ്റില്ല. ഇസ്ലാമിൽ അങ്ങനെ സംഭവമില്ല, ഒരു കൺസെപ്റ്റ് ഒരു കാലത്തുണ്ടായിട്ടില്ല. അതിൽ ജീവിതം എന്നും ഒന്നാണ്. അത് മതപരം, ഭൗതികം, ലൗകികം അന്നൊന്നും വേർതിരിച്ചില്ല. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെളിച്ചം നൽകാൻ, സന്മാർഗം കാണിക്കാൻ തന്നെയാണ് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത്. അങ്ങനെ തന്നെയാണ് ഖുർആൻ വന്നത്. ഖുർആനിലെ 288 ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രഗത്ഭ പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ വഹാബിൽ ഖല്ലാഫ് അവറുകൾ പറഞ്ഞത്, ഇത് മുഴുവൻ നിഷേധിച്ചാൽ മാത്രമേ ഈ ഖുർആൻ ഒരു ഭരണഘടനയ്ക്ക് അടിസ്ഥാനമാകാൻ പറ്റില്ല എന്ന് വാദിക്കാൻ കഴിയുമെന്ന്. അങ്ങനെയുള്ളതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഈ സെലഫികളെ വിശ്വസിക്കുന്ന
അവൻ അംഗീകരിക്കുന്ന ഒരു കൂട്ടർ ലോകത്തുണ്ടല്ലോ, എന്തായൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ സൗദി ഗവൺമെന്റ്, സംശയമില്ലാത്ത കാര്യമാണ്. സൗദി സലഫികളും സൗദി ഗവൺമെന്റുമാണ്. ഈ സൗദി അറേബ്യയുടെ ഭരണഘടന എന്റെ കയ്യിൽ, അത് മോഷിച്ചൊന്നല്ല കേട്ടോ, മര്യാദ കിട്ടിയതാ. അപ്പൊ അതിനകത്ത് ഒന്നാമതായിട്ട് പറയുന്നു അൽ ബാബുൽ അവൽ, ഒന്നാമത്തെ അധ്യായം അൽ മബാദിഉൽ ആമ്മ, പൊതു തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ട് അസാസു ദൗല, അതിൽ മാദ്ദ വാഹിദ്, ഒന്നാമത്തെ ഖണ്ഡിക അൽ മംലക്കത്തുൽ അറബിയത്ത് സൂദിയ ദൗലത്തുൻ അറബിയത്തുൻ ഇസ്ലാമിയ്യ ദാത്തു സിയാദത്തിൻ താമ്മ ദീനു വൽ ഇസ്ലാം വദസ്തൂറുഹാ കിതാബുല്ലാഹി തആല വസുന്നത്ത് റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖണ്ഡിക 1, സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു അറബി ഇസ്ലാമിക രാഷ്ട്രമാകുന്നു, സമ്പൂർണമായ അധീശാധികാരമുള്ള ഒന്ന്. അതിന്റെ ദീൻ ഇസ്ലാമാണ്, അതിന്റെ ഭരണഘടന അള്ളാഹുവിന്റെ കിതാബാണ്, അവന്റെ റസൂലിന്റെ സുന്നത്താണ്. സൗദികളും ജമാഅത്ത് ഇസ്ലാമി കൂടിയോ? ആലോചിക്കണം, ഉണ്ടെങ്കിൽ അവിടെ പോയി തിരുത്തിയേ പറ്റൂ. 2, മസ്തറു സൽത്തത്തിൽ ഹുക്കും, അധികാരത്തിന്റെ സ്രോതസ് എന്താ? മാദ്ദ 7, 7ാമത്തെ ഖണ്ഡിക. മാദ്ദ സബാന്ന് അറബി വായിക്കേണ്ടി കിട്ടും, 7 ഞാൻ പൈസ. യസ്തബിദ്ദുൽ ഹുക്കും ഫിൽ മംലക്കത്തിൽ അറബിയത്ത് സൗദിയ സൽത്തതഹു ബിൻ കിതാബില്ലാഹി തആല വസുന്നത്തി റസൂലിഹി. മംലക്കത്തിൽ അറബി കിങ്ഡം ഓഫ് സൗദി അറേബ്യ KSA-യിൽ അധികാരത്തിന്റെ സ്രോതസ്, അതിന്റെ അധികാരം അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തിനെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. വഹുമൽ ഹാക്കിമാനി അലാ ഹാദൽ നിളാം, ഈ ഭരണഘടന, ഈ വ്യവസ്ഥയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാന്റെ കിതാബും റസൂലിന്റെ സുന്നത്തുമായിരിക്കും. മാദ്ദ 8 യഖൂമുൽ ഹുക്മു ഫിൽ മംലക്കത്തിൽ അറബിയ സൂദിയ അലാ അസാസിൽ അദ്ലി വശൂറ വൽ മുസാവാത്ത് വിഫ്ഖ ശരീഅത്തിൽ ഇസ്ലാമിയ്യ. സൗദി അറേബ്യയിലെ ഭരണം എന്ന് പറയുന്നത് നീതിയുടെയും ശൂറ, കൂടിയാലോചനയുടെയും മുസാവാത്ത്, സമത്വത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. അത് തന്നെ വിഫ്ഖ ശരീഅത്തിൽ ഇസ്ലാമിയ്യ, ഇസ്ലാമിക ഭരണഘടന ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനോട് അനുയോജ്യമായിക്കൊണ്ട്. ഇനി അസാസുൽ മുജ്തമ, സമൂഹത്തിന്റെ അടിസ്ഥാനം എന്തായിരിക്കും? മാദ്ദ 17 യഖൂമുൽ മുജ്തമ സഊദി അലാ അസാസി മിൻ ഇഅ്തിസാമി അഫ്റാദിഹി ബിഹബിലില്ലാഹി. സൗദി അറേബ്യയിലെ വ്യക്തികൾ, പൗരന്മാർ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് സൗദി സൊസൈറ്റി, സമൂഹം തന്നെ നിലനിൽക്കുന്നത്. വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിനും തഖ്വയ്ക്കും വേണ്ടി പരസ്പരം സഹകരിക്കുക എന്നുള്ളതായിരിക്കും. ഇനി ഉടമാവകാശത്തെ കുറിച്ച് പറയുന്നിടത്ത് അൽ മിൽക്കിയത്ത് റഈസുൽ മാൽ, ഉടമാവകാശവും മൂലധനവും എന്നതില് മാദ്ദ 17 അൽ മിൽക്കിയത്ത് റഈസുൽ മാൽ വൽ അമൽ മുഖവ്വമാത്തുൻ അസാസിയ ഫിൽ ഖിയാൽ ഇൽതിസാദി വൽ ഇജ്തിമാഇ ലിമദത്തറ ബി സഊദിയ വയഖൂഖൻ ഖാസത്തു അദ്ദി വലീഫത്തുഹു ഇജ്തിമാഇയത്തൻ ബിഫ്ഖ ശരീഅത്തിൽ ഇസ്ലാമിയ്യ. മൂലധനമായാലും സാമ്പത്തിക കാര്യങ്ങളായാലും ഒക്കെ അത് ഈ രാഷ്ട്രത്തെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അതതിന്റേതായ ബാധ്യതകൾ നിറവേറ്റുന്നത് ശരീഅത്തുൽ ഇസ്ലാമിക ശരീഅത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്ന്. ഇനി തഹ്മീദ് ദൗലത്ത് അഖീദത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് 22ാമത്തെ ഖണ്ഡികയുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെ ഈ രാഷ്ട്രം സംരക്ഷിക്കും. എന്നിട്ടോ തുതബ്ബിഖു ശരീഅത്തഹു വതഅമുറു ബിൽ മഅറൂഫി വതൻഹാ മുൽക്ക്, ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കും, അത് നന്മ കൽപ്പിക്കും, തിന്മ തടയും എന്ന്. പിന്നെ മനുഷ്യാവകാശത്തെ കുറിച്ച് പറയുന്ന 26ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു തഹ്മീദ് ദൗലത്ത് ഹുഖൂഖൽ ഇൻസാൻ വിഫ്ഖ ശരീഅത്തിൽ ഇസ്ലാമിക, മനുഷ്യാവകാശങ്ങളെ ഇസ്ലാമിക ശരീഅത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും സൗദി അറേബ്യ നിലനിർത്തുന്നത്. അങ്ങനെ ഒരുപാട് ക്ലോസ് ഉണ്ട്, ഞാനതിന് സമയം കളയുന്നില്ല. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇമ്മട്ടിൽ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ഒരു ഭരണഘടനയാണ് സൗദി അറേബ്യയിൽ എഴുതി വെക്കുകയെങ്കിലും ചെയ്തിട്ടുള്ളത്. ഭരണത്തിൽ എന്താ നടക്കുന്നുള്ള വിശകലനത്തിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. അത് നടപ്പാക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ അതിൽ അടുത്തൊരു ഖണ്ഡികയിൽ പറയുന്നു ഹൈഅത്ത് കിബാറുൽ ഉലമ ആയിരിക്കും അത് കുറിക്കുന്നത്. മുതിർന്ന പണ്ഡിതന്മാരുടെ സഭയായിരിക്കും അതിന് മേൽനോട്ടം നയിക്കുന്നത്. ആരാണത്? കറകളഞ്ഞ നമ്പർ 1 സലഫി. കറകളഞ്ഞാന്ന് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ അതിനകത്ത് സലഫിസത്തിന് നേരിയ വ്യതിയാനം ഉണ്ടായി എന്ന് തോന്നുന്ന ആ സൂരികൾ എന്താ പറയാ, ഈ സൂരികളാണെന്ന് സംശയമുള്ളവരൊക്കെ പിടിച്ചു പറഞ്ഞേക്കും. അങ്ങനെയുള്ളതായ ഈ ഹൈഅത്ത് കിബാറുൽ ഉലമ എന്ന് പറയുന്നവരാണ് സൗദി അറേബ്യക്ക് മാർഗദർശനം ചെയ്യുന്നതെന്ന് പറയും. ഇത് തിയോക്രറ്റിക് സ്റ്റേറ്റ് ആണോ അല്ലേ നിങ്ങൾ പറയണം. ഇത് മതാധിഷ്ഠിത ഭരണകൂടമാണോ അല്ലേ നിങ്ങൾ പറയണം. ആണെന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കും മൗദൂദിക്കുമെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം സൗദി അറേബ്യക്ക് ബാധകമാണോ അല്ലേ? അവർ ഇസ്ലാമിനെ തിയോക്രറ്റിക് സ്റ്റേറ്റ് ആക്കി മാറ്റിയോ? ഖുർആനും സുന്നത്തും അടിസ്ഥാനപ്പെടുത്തി ഹുക്കൂമത്തയിലായി ഇവരുണ്ടാക്കിയതോടുകൂടി അവർ ഇസ്ലാമിന് അകത്തോ പുറത്തോ? ഇത് പറയണം, തുറന്നു പറയണം.
അവിടെ പറയുമ്പോൾ പിന്നെ ഉയർന്ന കളി കളിക്കരുത്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതൊക്കെ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് മുസ്ലിമീങ്ങൾക്ക് ഭൂരിപക്ഷം ഉള്ളിടത്തൊക്കെ അതാവാം. എന്താ പിന്നെ ഇസ്ലാമിലെ പാടുണ്ടായിട്ടാണല്ലോ അല്ലേ? ഇസ്ലാമിനെ തെറ്റിയാൽ തെറ്റാണെങ്ങനെ ഞങ്ങൾ പറയാം. ഇസ്ലാമിനെ തെറ്റിയാൽ അത് ശരി തന്നെയാണ്. അപ്പൊ അത് മാത്രമല്ല ശരിയാവുക. ഈജിപ്തിലെ ഇഖ്വാൻ മുസ്ലിമൂൻ മുസ്ലിം രാഷ്ട്രത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവർ കിതാബിന്റെയും സുന്നത്തിന്റെയും ഭരണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. വ്യക്തമായിട്ട് അവർ ഖുർആനാണ് ഞങ്ങളുടെ ഭരണഘടന എന്ന് എഴുതി വെച്ചതാണ് അവര്. അതിനവർ ഇന്ന് വരെയും സമാധാനപരമായ മാർഗങ്ങൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അല്ലെന്ന് തെളിയിക്കാനുള്ള ഒറ്റയാൾക്ക് ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്നുള്ളത്. ഇനി വല്ല സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റ കൊട്ടേഷൻ, സിംഗിൾ കൊട്ടേഷൻ. ഈജിപ്തില് ഇഖ്വാൻ മുസ്ലിമൂൻ കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ചു. അവർക്ക് അവിടെ സ്വാതന്ത്ര്യമൊന്നുമില്ല മത്സരിക്കാൻ. പാർട്ടിക്ക് തീരെ സ്വാതന്ത്ര്യമില്ല. സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത്. എന്നിട്ട് പോലും 88 സീറ്റുകൾ അവർ വാങ്ങി. ഇതേ സംബന്ധിച്ച് ലോകതലത്തിൽ തന്നെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി. ആ സമയത്ത് ഫ്രണ്ട് ലൈനിൽ വന്ന ഒരു ലേഖനത്തിൽ നിന്നാണ് എന്റെ ഈ കൊട്ടേഷൻ. ഇൻ ഫാക്ട്, in most cases, the Muslim Brotherhood since 1928, when it was founded and led by Hassan al-Banna, has preferred to adopt a non-violent reformist approach. 1928 ഹസൻ അൽ ബന്ന രൂപീകരിച്ച കാലം മുതൽ മുസ്ലിം ബ്രദർഹുഡ് അതിന്റെ അധിക പരിപാടികളിലും തീർത്തും നോൺ വയലന്റ് റിഫോമിസ്റ്റ് അപ്രോച്ച്, അഹിംസയിലൂന്നിയ ഹിംസാരഹിതമായ ഒരു പരിഷ്കരണ പ്രസ്ഥാനമായിട്ടാണ് അത് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ ഇടതുപക്ഷ സ്വഭാവമുള്ള ഫ്രണ്ട് ലൈനിലാണ്. അത് എഴുതിയ ആള് അതിന്റെ പ്രശസ്തനായ ലേഖൻ അതുൽ അനേജിയാണ്. ഇതൊറ്റ ഉദാഹരണം ഉദ്ദേശിച്ച് ഇത് വലിയ തെളിവാക്കി പറയാൻ വേണ്ടിയല്ല. നേരെ മറിച്ച് ഇവിടെ നിന്ന് നടന്ന പ്രസംഗത്തിൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോ ഇഖ്വാൻ മുസ്ലിമൂനെ എന്തോ ഒരു ഭീകര പ്രസ്ഥാനമായിട്ട് പറഞ്ഞു കാണുന്നു. ഇല്ല സുഹൃത്തുക്കളെ, അല്ല. എന്ന പറയുന്നവരത് മാത്രമല്ല പറയുന്നു. ഇഖ്വാൻ മുസ്ലിമൂനും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തീവ്രവാദം പറയുന്ന ആളുകളിലാന്ന് ഞാൻ പറയുന്നില്ല. അവർ വേറെ ഒന്നിനും കൂടി പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാൻ നല്ലതാണ്. നമ്മുടെ മൊത്തം ആരോഗ്യത്തിന് നല്ലതാണ്. അതേതാന്ന് വെച്ചാൽ ഇത് ഹിന്ദുവിൽ നിന്ന് എടുത്തതാണ്. ഹിന്ദു സൺഡേ മാർച്ച് 9, 2008 മാർച്ച് 9 സൺഡേയിൽ പ്രവീൺ സ്വാമി കുപ്രസിദ്ധനോ സുപ്രസിദ്ധനോ എന്ന് വേണമെങ്കിൽ പറയാം. പ്രവീൺ സ്വാമിയുടേതാണ്. കേരളത്തിൽ തന്നെ ഇത് വല്ലാതെ തീവ്രവാദ ശക്തി വരുന്നു എന്നാണ് ലേഖനത്തിന്റെ തലക്കെട്ട്. അങ്ങനെയുള്ള ആ ഇതിൽ ഒരൊറ്റ വാചകം, കേരള ജിഹാദിസ് with their close link to the worldwide Salafi jihadi movement claim their struggle forms part of the same tradition. എങ്ങനെയുണ്ട്? കേരളത്തിലെ ജിഹാദികൾ അവരുടെ ലോകവ്യാപകമായ സലഫി ജിഹാദി പ്രസ്ഥാനവുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അവർ അവകാശപ്പെടുന്നു അവരുടെ ഈ സമരം എന്നുള്ളത് അവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ന്. ഇവിടെ പ്രതിക്കൂട്ട് ജമാഅത്ത് ഇസ്ലാമി അല്ല, സാക്ഷാൽ സലഫികളാണ്. പക്ഷെ ജമാഅത്ത് ഇസ്ലാമി ഒരിക്കലും ഇപ്പറഞ്ഞ നേരാണ് വിശ്വസിക്കുന്നവരല്ല. അത് വേറെ കാര്യം. കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് നടക്കുന്നവരുമല്ല. പക്ഷേ മലർന്നു കടന്ന് തുപ്പുന്നത് ആരോഗ്യകരമല്ല. അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വിശദമായി പഠിക്കണമെങ്കിൽ പ്രവീൺ സ്വാമിയുടെ ഒരു ലേഖനം കുറച്ചും പോയിരുന്നു. അതിന്റെ എല്ലാ കുറിപ്പൊക്കെ ഞാൻ വേണമെങ്കിൽ തരാം. അദ്ദേഹം മാലദ്വീപിലും ഇസ്ലാമിക ഭീകരവാദം തീവ്രവാദം എന്ന് പറഞ്ഞിട്ടില്ലേ. മാലദ്വീപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള കൊച്ചു രാജ്യം. ഈ മാമൻ ഇതുവരെ ഭരിച്ചിരുന്നത് പോയി. അതിനെപ്പറ്റി ഞാനിത് ഈ മാലദ്വീപിൽ ഇസ്ലാമിക തീവ്രവാദം പഠിച്ചമ്പുരാൻ അവത് വായിച്ചു നോക്കുമ്പോ എന്താ കാര്യം പറയാമോ? അവിടെ നിന്ന് കുറച്ച് കുട്ടികളെല്ലാം കൂടെ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പഠിക്കാൻ അവിടെ നിന്ന് അവർ സെലഫികളായി തിരിച്ചു വന്നതിന് ശേഷം അവർ സെലഫി പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് പള്ളികൾ ഉണ്ടാക്കി. ഇതാ തീവ്രവാദം എന്ന് അടച്ചു പൂട്ടിച്ചു. തമാശല്ല ഇത്. അവിടെ എന്തോ ഒരു നിസ്സാര സംഭവം ഇവിടെ നിന്നുണ്ടായപ്പോഴേക്ക് സകലം തീവ്രവാദത്തിന്റെ ഇതിൽ വരവച്ചു. അവസാനം ആ പള്ളികൾ മുഴുവൻ 100 പള്ളികൾ അടച്ചുപൂട്ടിയാൽ നല്ല കാര്യമാണ് പ്രവീൺ സ്വാമി അതിനകത്തുക. നിങ്ങൾ ആലോചിക്കുക. അതാ ഞാൻ പറയുന്നത്. കിട്ടിയ എല്ലാ അവസരവും ഉപയോഗിച്ച് ഇതാകെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇഖ്വാൻ മുസ്ലിമിന്റെയും മേൽ പതിച്ചു നടത്താൻ ശ്രമിക്കുന്നത് ആപത്താണ്. പറയുന്നവർ ഇത് മാത്രമല്ല പറയുന്നത്. സെൻട്രൽ ഏഷ്യയിൽ നേരത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഉസ്ബെക്കിസ്ഥാനിലെ കസാഖിസ്ഥാനിലെ താജിക്കിസ്ഥാൻ പോലെയുള്ള 5 റിപ്പബ്ലിക്കുണ്ട് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള. അവിടെ മുസ്ലിം വേൾഡ് ലീഗ് എന്ന് പറയുന്ന റാബിത്ത അവിടെ പ്രതിനിധികൾ അയക്കുന്ന നല്ല കറകളഞ്ഞ സെലഫികളെ അവരവിടെ പോയി പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ മാതിരി ശിർക്ക് വിദേഹത്തിനെതിരായിട്ടും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതെല്ലാം അവിടുത്തെ ഭരണാധികാരികൾ ഇത് തീവ്രവാദത്തെ പ്രചരിപ്പിക്കുകയാണ്. സെലഫിസമാണ് ഇതിന്റെ പിന്നിൽ. വഹാബിസം എന്നാണ് അവർ പറയുന്നത്. വഹാബിസമാണ് പിന്നിലെന്നും പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുക. ഇത് ശരിയാണോ? ശരിയല്ല. ശരിയല്ലാതിരിക്കെ ഈ ഭാഗം മുഴുവൻ ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാർ കള്ളം പറയണമെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കള്ളമാണ്. ലോക മീഡിയയിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്.
ഈ തീവ്രവാദം ഭീകരവാദം എന്ന് പറഞ്ഞാൽ ആർക്കും ആരെങ്കിലും പതിച്ചു നടത്താം. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരു കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഒരു മനുഷ്യരെയും അവന്റെ മനസ്സ് മാറ്റാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര ബലം പ്രയോഗിച്ചാലും എത്ര പണം കൊടുത്താലും ഒരുത്തരം മാറ്റി എന്നിരിക്കട്ടെ, അത് ഒരിക്കലും സ്ഥായിയാവുകയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത് ലാ ഇക്റാഹ ഫിദ്ദീൻ അബാന്ത തുക്രി ഉന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ ഫദക്കിർ ഇൻ നഫഅതി ദിക്റ ഇന്നമാലിൽ ബലാ എന്ന് തുടങ്ങിയിട്ട് ഖുർആനിൽ ഒരുപാട് ആയത്തുകളിലൂടെ വെറും പ്രബോധനവും ഉത്ബോധനവും മാത്രമാണ് രീതിയെന്നും ഒരിക്കലും ബലപ്രയോഗം അതിന്റെ വടിയില്ലെന്നും മനസ്സിലാക്കിയ സംഘടന ജമാഅത്ത് ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടനയിൽ തന്നെ അതിന്റെ മാർഗം തീർത്തും സമാധാനപരമായിരിക്കുമെന്നും വർഗപരമോ വർഗീയമോ വിരോധവും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഒരു രീതിയും അത് അംഗീകരിക്കയില്ല എന്നും തുറന്നെഴുതി. അതിന്റെ പോളിസി പ്രോഗ്രാമിലൊക്കെ അത് തന്നെ എഴുതി. അതുകൊണ്ടാണ് മാറ്റത്തിന്റെ മാർഗമായി പാർലമെന്ററി ജനാധിപത്യത്തെ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോഴേക്ക് പറയാം ജനാധിപത്യത്തിനെതിരാണ്, ദേശീയതയ്ക്കെതിരാണ്, മതേതരത്തിനെതിരാണ്. അതിന് ബുക്കുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിൽ. ഇപ്പോൾ അത് മതേതരത്വം, ദേശീയത, ജനാധിപത്യം എന്ന പേരിലാണ് ഇറക്കുന്നത്. ആ ബുക്ക് നിങ്ങൾ ഉദ്ധരണി ഉണ്ടാവും. ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ ലേഖനം എഴുതിയ ഒരാൾ നമ്മുടെ അടുത്ത നാട്ടുകാരനായ സാക്ഷാൽ സെക്യുലറിസ്റ്റാണ്, നിങ്ങൾക്കറിയാം. അദ്ദേഹം അതിനെപ്പറ്റി എഴുതിയ സമയത്ത് ഞാൻ അതിന് മറുപടി ആദ്യമായിട്ട് അദ്ദേഹത്തിന് എഴുതാൻ അവസരം കൊടുത്തത് സാക്ഷാൽ പ്രബോധനത്തിൽ അദ്ദേഹത്തിന്റെ ലേഖനമൊന്നും ഞാൻ അതിന് മറുപടി ചെയ്തു. അതിനകത്ത് വ്യക്തമായി ഇതൊന്ന് കോട്ട് ചെയ്ത ബാക്കി ഭാഗം കൂടി കൂട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചതിന് അദ്ദേഹം ഇപ്പോൾ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ബാക്കി അദ്ദേഹം കൂട്ടിയില്ല. ബാക്കി കൂട്ട് ചെയ്താൽ കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ എതിർക്കുന്ന ജനാധിപത്യം എന്ന് അദ്ദേഹം എഴുതുന്ന എപ്പോഴാ? ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. അന്ന് ഇന്ത്യ ഉണ്ടോ, സ്വതന്ത്ര ഇന്ത്യ ഉണ്ടോ എന്ന് ഇല്ല. ഇന്ത്യൻ ഭരണഘടന പിന്നല്ലേ ഇന്ത്യ ഭരണഘടന ഉണ്ടായി. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് എപ്പോഴാ? 1951 ജനുവരി 26 നാളെ. അപ്പോ ഈ റിപ്പബ്ലിക്കും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത്, ബ്രിട്ടീഷുകാരന്റെ കാലത്ത് എഴുതിയ ബുക്കാ, പ്രസംഗമാ. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? വളരെ വ്യക്തമാണ്. നിങ്ങൾ ആ പാശ്ചാത്യ രീതിയിലുള്ള ജനാധിപത്യം തന്നെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ജനങ്ങൾക്ക് പരമാധികാരം നൽകി അവർക്ക് എന്തും നിയമം നിർമ്മിക്കാം എന്ന് തീരുമാനിച്ചാൽ അതൊരിക്കലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം പരമാധികാരം മുസ്ലിം നീട്ടിയിൽ അള്ളാഹുവിനാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇപ്പോൾ എന്നാ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഏറ്റവും ഒടുവിൽ നമ്മുടെ നിയമപരിഷ്കാര കമ്മിറ്റി, ജസ്റ്റിസ് കൃഷ്ണയുടെ അധ്യക്ഷതയിൽ നിയമപരിഷ്കാര കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങളെ സെലഫി സംഘടനകളൊക്കെ എതിർത്തിരിക്കുന്നു. എന്തായി പറഞ്ഞിരിക്കുന്നത്? നിയമനിർമ്മാണം നടപ്പാക്കുമ്പോൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം ദയാവധം അനുവദിക്കണം. ഇന്ത്യയുടെ പാർലമെന്റ് ദയാവധം അംഗീകരിച്ചുകൊണ്ട് നിയമം പാസാക്കിയാൽ അതിവിടുത്തെ നിയമമാവും. വയസ്സായ തന്തയും തള്ളയും ദയ എന്ന പേരിട്ടുകൊണ്ട് ഏത് ഡോക്ടറെ കൊണ്ടും 10 രൂപ കൊടുത്ത് കൊല്ലാവുന്ന എല്ലാ സാഹചര്യം ഈ രാജ്യത്തുണ്ടാവും. ഇസ്ലാമിൽ നിരക്കുമെന്ന് ചോദിച്ചാൽ 1% നിരക്കില്ല. ഇവിടെ നിയമം വരുമെന്ന് ചോദിച്ചാൽ വരും. വരാൻ തടയാൻ ആരാ ഇവിടെ ഉള്ളത്? അതിനെയും വലിയ വന്നിട്ടുണ്ട്. ഗർഭഛിദ്രം ഇന്ത്യ രാജ്യത്ത് നിയമാനുസൃതമാണ്. ഇസ്ലാമിലെ കിട്ടിയില്ലോ? പലിശ ഇന്ത്യ രാജ്യത്ത് അതേ ഉള്ളൂ. പലിശരഹിതമായതിന് ഇതുവരെ അനുവാദം കിട്ടിയില്ല. അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നു. സ്വവർഗരതി അത് അനുവദിക്കണമെന്നാണ് ആര് പറയുന്നറിയാവോ നിങ്ങൾക്ക്? നമ്മുടെ നിലവില് ഡോക്ടർ അമ്പുമണി എന്ന് പറയുന്ന അമ്പുമണി രാമദാസ് എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി കൊണ്ടുവരാൻ പോകുന്ന ബില്ലിൽ ഒന്നെന്താ അയാൾ പറഞ്ഞ് സ്വവർഗരതിയെ നിയമവിരുദ്ധമാക്കാൻ പാടില്ല. നേരത്തെ ഇല്ല. റൂത്ത് നബി അതിനായിട്ട് വന്നതാണ്. അങ്ങനെയുള്ള ഈ രാജ്യത്ത് ഇപ്പൊ നടപ്പാക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള നിയമനിർമ്മാണം പാർലമെന്റിൽ എന്തുകൊണ്ട് സാധിക്കുന്നു? ഉറപ്പാണ്. പടച്ചതമ്പുരാനിൽ വിശ്വസിക്കാത്തതുകൊണ്ട്, മേലെ ഒരുത്തുണ്ടെന്ന് വിശ്വസിക്കാത്തതുകൊണ്ട് എന്ന് തോന്നിയ സ്വഭാവം. ഇപ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്ത് നിയമവിരുദ്ധമായ സംഗതിയല്ലല്ലോ. എന്ത് ഇട്ടത്തോടുകൂടി സ്വന്തം സമ്മതപ്രകാരം ഒരു സ്ത്രീ പുരുഷന്മാർ വിവാഹിതരാണെങ്കിൽ അല്ലേലും ശരി, സ്വന്തം ഇഷ്ടപ്രകാരം സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തിയാൽ ഒരു തെറ്റും ഇന്ത്യ രാജ്യത്തില്ല. പ്രായപൂർത്തി എത്തിയില്ലെങ്കിൽ തെറ്റാ. അതുപോലെ പ്രലോഭിച്ചോ വേറെയുള്ളതൊക്കെ ആണെങ്കിൽ ഇമ്മോറൽ ട്രാഫിക്കിന് ഇതിൽ വരും, അല്ലാതെ വരില്ല. ഇസ്ലാമിലോ സിന എന്ന് പറയുന്നത് മഹാപാപങ്ങൾ എണ്ണിയിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. ഒരു ധാർമ്മികതയും സദാചാരവും ഇല്ലാതെ ഏത് പാർലമെന്റോ ഏത് അസംബ്ലിയോ നിയമം ഉണ്ടാക്കിയാലും അത് ദോഷകരമായി വരും. ഇപ്പൊ ബഹുഭാര്യത്തിന് കർക്കശമായ നിയന്ത്രണം വരുന്നു എന്ന് പറയുമ്പോഴേക്ക് ചില മുസ്ലിം സംഘടനകളെ എതിർക്കുന്നു. എങ്ങനെ എതിർത്തുള്ള കാര്യമുള്ളത്? നിങ്ങൾ അതിനുള്ള പൂർണ്ണമായ അധികാരം ഈ അസംബ്ലിക്കും പാർലമെന്റിലും ഒക്കെ ഇല്ലേ? അപ്പൊ അതിനെ എതിർക്കുമ്പോൾ നിങ്ങൾ അതും ഉണ്ടാകാൻ പാടില്ല, മൗദൂദിക്ക് തെറ്റുപറ്റിയതാണ്. മൗദൂദി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു ലോകത്തെവിടെയെങ്കിലും മര്യാദക്ക് ഒരു ഇസ്ലാമിക സംവിധാനം വരണമെന്നുണ്ടെങ്കിൽ ജനാധിപത്യം ഇമ്മട്ടിലായിക്കൂടാ. നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. വളരെ കൃത്യമായിട്ടല്ല അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
ജനങ്ങൾ തന്നെയാണ് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കേണ്ടത്. ജനങ്ങളെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഭരിക്കേണ്ടത്. ഒരിക്കലും ഏകാധിപത്യത്തെ അംഗീകരിക്കരുത്, സർവാധിപത്യത്തെ അംഗീകരിക്കരുത്, കുടുംബാധിപത്യത്തെ അംഗീകരിക്കരുത്. ചില ഹദീസിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അതിൽ അയിമത്തുമിൻ ഖുറൈശികളായിരിക്കണം ഭരണാധികാരി എന്ന്. അദ്ദേഹം അതുപോലെ നിരാകരിച്ച മനുഷ്യനാണ്. അങ്ങനെയുള്ള ജനാധിപത്യത്തെ ഞാനും അംഗീകരിക്കുന്നു. എന്നാൽ ജനങ്ങളോടല്ലാതെ പടച്ചവനോട് ചോദിക്കേണ്ടതില്ല, അവനോട് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്ന ജനാധിപത്യം അപകടകാരിയാണെന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ആ വശം ആകെ അങ്ങോട്ട് മറച്ചു വെച്ചുകൊണ്ട് ഇന്നും ജനാധിപത്യത്തെ എതിർക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു നടക്കണമെങ്കിൽ സത്യത്തോട് അസാധാരണമായ പുച്ഛം വേണം. അതുപോലെ തന്നെ പറയുന്ന മതേതരത്വം എന്ന് പറയുന്നത്, മതേതരത്വം ലോകത്ത് രണ്ടു തരത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അദ്ദേഹം ഇത് പറയുന്ന കാലത്ത്, മൗദൂദ് ഇത് പറയുന്ന കാലത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് മതേതരത്വമാണ്. അത് സ്വകാര്യ ജീവിതത്തിൽ സൗകര്യമുള്ളവന് മാത്രം കൊണ്ടു നടക്കുന്ന ഒന്നാണ് ഈശ്വര വിശ്വാസം. അത് മാത്രമാണ് അവരുടെ ദൃഷ്ടിയിൽ അനുവദിക്കാവുന്നത്. ബാക്കി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതത്തെ ഒഴിച്ചു നിർത്തണമെന്ന് തന്നെ കാര്യക്ഷമമായി പറയുന്നതാണ്. മതനിരാശപരമായി സെക്യുലറിസത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി എതിർത്തത്. അതേ അവസരത്തിൽ ഇന്ത്യയിലുള്ളതായ മതേതരത്വം എന്ന് പറയുന്നത് ഭരണഘടനാ ശില്പികള്, പ്രത്യേകിച്ച് ഡോക്ടർ അംബേദ്കർ അടക്കമുള്ള ആളുകള് അന്ന് തന്നെ വിശദീകരിക്കുകയുണ്ടായി. ആ യൂറോപ്യൻ കൺസെപ്റ്റിലുള്ളതായ സെക്യുലറിസം നമ്മൾ അംഗീകരിക്കുന്നില്ല. മറിച്ച് എല്ലാ മതങ്ങൾക്കും നിലനിൽക്കാനുള്ളതായ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. ഈക്വൽ റെസ്പെക്ട് ടു ആൾ റിലിജൻസ്, എല്ലാ മതങ്ങളോടും തുല്യമായ ബഹുമാനം. ഈ അർത്ഥത്തിലുള്ളതായ മതനിരപേക്ഷതയാണ് എന്ന് EMS നമ്പൂതിരിപ്പാട് അതിനെക്കുറിച്ച് പിന്നെ പറഞ്ഞു. ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ച്, ഇന്ത്യൻ സെക്യുലറിസത്തെക്കുറിച്ച് നിങ്ങൾ എന്റെ സഖാക്കൾ മതേതരത്വം എന്ന് പറയരുത്, അത് മതനിരപേക്ഷത മാത്രമാണ്. മതേതരത്വം ഇന്ത്യ രാജ്യത്തില്ല എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം ചിന്തയിൽ എഴുതി. എന്റെ അടുത്ത് അതിന്റെ കട്ടിങ് ഉണ്ട്, സംശയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ചുരുക്കത്തിന് ഈ രീതിയിലൊക്കെ ഉള്ളതായ ഒരു മതേതരത്വത്തെ എതിർത്തതാണ്. എതിർക്കാതിരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയോ? ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ? അതുപോലെ തന്നെ നമസ്കാരത്തിന് നിന്നപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? ഇന്ന സ്വലാത്തി, നിശ്ചയമായും എന്റെ നമസ്കാരം, പൊന്നുസുഖി, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ത്യാഗവും എല്ലാം, ഓമഹിയായോമമാത്തി, എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകനാഥനായ അള്ളാഹുവിന് മാത്രമാണെന്ന് പറയാ 5 നേരത്തും. എന്നിട്ടോ ജീവിതം മുഴുവൻ വേറെ ആർക്കാലും തിരക്കേണ്ട, ഹോസ്റ്റലിൽ ആരും തിരക്കേണ്ട, അമ്യൂണിസ് ആരും തിരക്കേണ്ട, വ്യാപാരിസ് ആരും തിരക്കേണ്ട, പള്ളിയിൽ പോയാൽ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇതെന്ത് ഇസ്ലാമാ? അതാണ് ജമാഅത്തെ ഇസ്ലാമി എതിർത്ത മതേതരത്വം എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. ബാക്കി സലഫി സുഹൃത്തുക്കൾ തന്നെ അംഗീകരിച്ചതാണ്. എന്റെ അടുത്ത് കൊട്ടേഷൻസ് ഉണ്ട്. മതനിരാശപരമായ മതേതരത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്ന്, മതനിരപേക്ഷതയെ മാത്രമേ അവരും അംഗീകരിക്കുന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ വലിയ കുറ്റമൊന്നും ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടില്ല. പിന്നെ ദേശീയത എതിർക്കൊന്നും പറഞ്ഞു നടക്കുന്നു. ദേശസ്നേഹം വേറെ, ദേശീയത വേറെ. ഹുബ്ബുൽ വത്തൻ എന്ന് പറയാം. ദേശസ്നേഹം ഏത് മനുഷ്യനാണെങ്കിലും ഉണ്ടാവും, ഉണ്ടായേ പറ്റൂ. അതില്ലാത്തവൻ രാജ്യത്ത് പോയാ. മറിച്ചോ റൈറ്റ് ഓർ റോങ് മൈ നേഷൻ, ശരിയാവട്ടെ തെറ്റാവട്ടെ എന്റെ രാജ്യം എന്ന ഇത്തരുടെ മുദ്രാവാക്യം തെറ്റാ. ശരിയാവട്ടെ തെറ്റാവട്ടെ എന്റെ രാജ്യം എന്ന് പറയാൻ പാടില്ല. ശരിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, തെറ്റാണെങ്കിൽ തിരുത്തണം, അതേ ഉള്ളൂ. രാജ്യത്തോയായില്ല വേണ്ടത്. അതാ ഇതിനെതിരായിട്ട് ആര് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അത് തന്നെ മുസ്ലിം പറഞ്ഞു. നമ്മുടെ നാട്ടിലെ സംഘപരിവാർ എന്താ പറയുന്നത്? അതല്ലേ പ്രശ്നം. വന്ദേ മാതരത്തെ എന്തിനാ മുസ്ലിം സംഘടനകൾ എതിർക്കുന്നത്? മാതൃഭൂമിയെ പൂജിക്കണമെന്ന അർത്ഥത്തിലുള്ളതായ ആ ഗാനം ദേശീയ ഗാനമാവാൻ പറ്റില്ല എന്ന് ഇന്ത്യ രാജ്യത്ത് മൂക്കിപ്പോട്ടായ എല്ലാ മുസ്ലിമീങ്ങളും സമ്മതിക്കുന്നത് എന്തുകൊണ്ടാ? പച്ച ശിർക്കായതുകൊണ്ട്. മാതൃഭൂമിയുടെ സ്നേഹമില്ലാത്തതുകൊണ്ടാണോ? ദേശസ്നേഹമില്ലാത്തതുകൊണ്ടാണോ? അല്ല, ദേശത്തെ ദൈവത്തിന് പകരം ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയാക്കി വെക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇനി ഞാൻ മറ്റൊരു വശത്തോടുകൂടി പറയട്ടെ. ലോകത്തിന് 2 മഹായുദ്ധങ്ങൾ സമ്മാനിച്ചത് ആരാ? ദേശീയതയാണ്. പ്രൊഫസർ ആർണോൾഡ് ടോയംബിയെ ഇന്ത്യ രാജ്യത്ത് 1962 മുതൽ അബുൽ കലാം ആസാദ് സ്മാരക പ്രസംഗത്തിന് വേണ്ടി കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഭാരതവും ഏകലോക ഗവൺമെന്റും എന്ന പേരിൽ ഇന്ത്യ ഗവൺമെന്റ് പബ്ലിക്കേഷൻ ഡിവിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയോ? അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ലോകത്ത് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ദേശീയതയുടെ ദ്രമിഷ്ടങ്ങൾ പറിച്ചു കളയണം. ദേശീയതയാകുന്ന ദ്രമിഷ്ടങ്ങൾ പറിച്ചു കളയണം. ഇന്ന് അമേരിക്ക ലോകത്തിന് മേൽ മേധാവിത്വം പുലർത്തുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ അമേരിക്കക്കാരാണ് ലോകം ഭരിക്കേണ്ടത്, ഞങ്ങൾ ഗ്ലോബൽ പോലീസാണെന്നും പറഞ്ഞിട്ടല്ലേ. ഇതല്ലേ പ്രശ്നം? അപ്പൊ എല്ലാ രാജ്യത്തുമുള്ള ഇന്ന് ഏറ്റവും വലിയ തിന്മ, ലോക സമാധാനത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നത് ഈ ദേശീയത വിഗ്രഹമാക്കിയതാണ്. ഇങ്ങനെ വിഗ്രഹവൽക്കരിക്കപ്പെട്ട ദേശീയത എതിർക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാർ ദേശദ്രോഹികളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന പ്രചരണം ആരെ സുഖിപ്പിക്കാനാണ് സുഹൃത്തുക്കളെ? നമുക്ക് ദേശത്തോട് സ്നേഹം വേണം, അത് വേറെ കാര്യമാണ്. ദേശസ്നേഹം എന്ന് പറഞ്ഞാലും തന്നെ ഭൂമിയുള്ള സ്നേഹം മാത്രമല്ല, ഇവിടുത്തെ മനുഷ്യരുള്ള സ്നേഹം. മനുഷ്യരുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ജാതിയുടെയോ മതത്തിന്റെയോ
സമുദായത്തിന്റെയോ ഭാഷയുടെയോ വേറെ എന്തിന്റെയോ പേരിൽ അവർക്കിടയിൽ വിഭജിക്കാതെ എല്ലാവരും ഏകോദര സഹോദരമായി കാണാൻ യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ എന്ന് പറയുന്ന സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ അങ്ങനെയുള്ളതായ ഒരു വിശ്വമാനവികതയാണ് ഇസ്ലാം പറഞ്ഞു കാണിച്ചു തന്നിട്ടുള്ളത്. ഇസ്ലാം അന്നത്തെ ഏറ്റവും വലിയ ദേശീയ ശക്തികളായ റോമാ സാമ്രാജ്യത്തെയും പേർഷ്യൻ സാമ്രാജ്യത്തെയും തകർത്താണ് ലോകത്തോട് പറഞ്ഞ് ലോകത്തിന് മുമ്പാകെ ലോകത്തോട് ലോകത്ത് മുന്നോട്ട് പ്രയാണം നടത്തിയെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഇസ്ലാമിന് ഇന്നും ഈ സാങ്കുചിതമായ ദേശീയത അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ ജീവിക്കുന്ന രാജ്യത്തോട് കൂറുണ്ട്, സ്നേഹമുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കാതെ മൗദൂദിയുടെ ബുക്കെടുത്തുകൊണ്ട് അസ്ഥാനത്തും അസമയത്തും തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. നേരെ മറിച്ച് നമ്മൾ ഇന്നിവിടെ പറയേണ്ടിയിരുന്നത് എന്താണ്? ഈ രാജ്യത്തിന്റെ വർഗീയത അവസാനിക്കാൻ, ഇവിടത്തെ എല്ലാ തരത്തിലുള്ള വിഭാഗീയതയും അവസാനിപ്പിക്കാൻ നിങ്ങൾ മനുഷ്യത്വത്തിലേക്ക് വരൂ, വിശ്വമാനവതയിലേക്ക് വരൂ. ജാതിയില്ലാത്ത, അതുപോലെ തന്നെ ഭാഷയുടെ പേരിൽ തമ്മിലടിക്കാത്ത ഒരു സമൂഹത്തെ ഒരവസ്ഥ, ഒരു വ്യവസ്ഥ നമുക്കുണ്ടായെത്തിയിരുന്നു പറയേണ്ടത്. തമിഴ്നാട്ടിലെ കരുണാനിധി രാജിവെക്കാൻ പോവുക. എന്താ കാര്യം? അദ്ദേഹം പറയുന്നത് ഞാൻ രാജിവെക്കണം. എന്താ കാര്യം? തമിഴ് പുലികൾക്കെതിരായിട്ട് ശ്രീലങ്കയിലെ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നതായ ഓപ്പറേഷൻ അതതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് തമിഴ് രാജ്യം എന്ന് പറയുന്ന അവരുടെ ആവശ്യം നിരാകരിക്കപ്പെടാൻ പോകുന്നു. ഇന്ത്യ ഗവൺമെന്റ് ഇടപെടെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജിവെക്കാൻ ഒരുങ്ങുന്നത്. എന്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ്? തമിഴ് എന്ന് പറയുന്ന ഭാഷാ വികാരം. മനസ്സിലാക്കണം നിങ്ങൾ. തമിഴ് ഒരു ഭാഷയാ, വേറൊന്നുമല്ല, മതമൊന്നുമല്ല ഈ തമിഴ്. ആ ഭാഷയുടെ പേരിൽ അദ്ദേഹം കാണിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, ആ നാട്ടിലെ പാർട്ടികൾ അധികവും. എന്താ കാര്യം? ഇത്തരത്തിലുള്ള ഭാഷയുടെ പേരിലാണെങ്കിലും വംശത്തിന്റെ പേരിലാണെങ്കിലും ഒക്കെ ഈ വികാരം ഉണ്ടാക്കിയത് ലോകത്താരെന്നറിയാവും നിങ്ങൾക്ക്? യഹൂദികളാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടായത് സാനിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെയാണ്. ലോകത്തെവിടെ ജീവിക്കുന്ന യഹൂദനാണെങ്കിലും അവനൊരു ജന്മഗേഹത്തിന് അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചതാണ് തിയോഡർ ആർസിലും കൂട്ടുകാരും കൂടിയിട്ട്. അങ്ങനെയാണ് 1917 ബൽഫോർ പ്രഖ്യാപനമൊക്കെ വരുന്നത്. 48 ഇസ്രായേൽ രാജ്യം നിലവിൽ വരുന്നത്. ആ രാജ്യം എന്നും അതിർത്തികളില്ലാതെ ജീവിക്കുന്ന രാജ്യമാണ്. കിട്ടുന്നത് മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് അവിടെ ജൂത മേധാവിത്വം സ്ഥാപിക്കാൻ വേണ്ടി മെനക്കെടുന്നു. ഇതാണ് ദേശീയത എന്ന് പറയുന്നത്. ഈ അപകടമായ ദേശീയതയെ പിന്തുണക്കണോ എതിർക്കണോ? പിന്തുണക്കമെന്നുണ്ടെങ്കിൽ സൗകര്യമായി ഇത് ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ യഹൂദികളെന്ന് മനസ്സിലാക്കിയാൽ മതി. നേരെ മറിച്ച് അതിനെ എതിർത്തുകൊണ്ട് ഈ സയനിസത്തെയും ഇതുപോലെയുള്ള തീവ്ര ദേശീയതയും എതിർത്തുകൊണ്ട് ലോകത്ത് ശാന്തിയും സമാധാനവും സാർവലൗകികമായ മാനവികതയും വളർത്തണമെന്ന്, വികസിപ്പിക്കണമെന്ന്, പരമാവധി പ്രചരിപ്പിക്കണമെന്ന് വാദിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെ നിങ്ങൾ പ്രതിക്കൂട്ടിൽ കയറ്റരുത്. ഞാൻ എന്റെ ഈ പ്രസംഗം തീർപ്പിക്കുന്നില്ല. അവസാനമായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ദേശീയതയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും കാര്യം പറഞ്ഞു. മറുഭാഗത്ത് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇസ്ലാമിൽ തന്നെയും ഈ തരത്തിലുള്ള ഒരു വീക്ഷണത്തിന് ഏറ്റവും അധികം എതിർത്ത ഒരു ഭാഗം, കുടുംബാധിപത്യത്തിന് വാദിച്ച വിഭാഗമാണ് ഷിയാക്കൾ. മുഹമ്മദ് നബിയുടെ കുടുംബത്തിൽ വേണം ഭരണാധികാരികൾ എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നവരാണ് ഷിയത്ത് അലി. അതാണ് തശയ്യുർ അഥവാ ഷീസുമായി മാറിയത്. ജമാഅത്തെ ഇസ്ലാമി ചരിത്രത്തിൽ ഒരിക്കലും ഷീസത്തെ പിന്താങ്ങിയിട്ടില്ല. ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി നിന്നാണ് സംസാരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ചരിത്രത്തിൽ എവിടെയും ഷിയായിസത്തെ പിന്താങ്ങിയിട്ടില്ല. പക്ഷേ ഷിയാക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതുകൊണ്ട് ഞങ്ങൾ പറയില്ല എന്ന് പറയാൻ വയ്യ, പൂർത്തിയില്ല. ഷിയാക്കൾ ഒരു മുസ്ലിങ്ങളാന്ന് പറയുന്നതുകൊണ്ട് ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് പറയാൻ പറ്റില്ല. ഷിയാക്കൾ ഒരു കാര്യം പറയുന്നു, അത് ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഭരണമുണ്ടെന്ന് ഷിയാക്കൾ പറയുന്നു. ഭരണമുണ്ടെന്ന് പറയാക്കൂ, ഉള്ളത് പിന്നെ അവരില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാവും. ഇസ്ലാമിൽ ഭരണമുണ്ട് എന്ന് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യം പറയുന്നുവെന്ന് ഞാൻ ചോദിക്കട്ടെ. ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിൽ ഒരു ഷിയാനെ കാണിച്ചിരുവോ അതിനകത്ത്? ഒരാളെ, അധികം വേണ്ട, ഒരാളെ. എന്തുകൊണ്ടല്ലാത്ത? ഷിയാക്കൾ മുഴുവൻ ആളുകളും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പഠിച്ചപ്പോ അത് ചേരാൻ പറ്റില്ല എന്ന് തോന്നി എന്നുള്ള അർത്ഥത്തിൽ നിന്നല്ല. എന്താ സംഭവം? ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഒരു ക്ലോസ് അവർ കാണും. എന്താ ക്ലോസ്? ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു എഴുതാൻ. സത്യത്തിന്റെ മാനദണ്ഡം അല്ലാഹു റസൂലും മാത്രമാണ്. അള്ളാഹുവിന്റെ കിതാബും അല്ലാഹു റസൂലും മാത്രമാണ്. അള്ളാഹുവിന്റെ കിതാബും സുന്നത്തും മാത്രമാണ്. ഷിയാക്കളുടെ ദൃഷ്ടിയിലോ ഓലെ ഇമാമുകളാണ്. മുഹമ്മദ് നബിക്ക് ശേഷം അവരുടെ ഇമാമുകളാണ് അലി, അദ്ദേഹത്തിന് ശേഷം ഹസൻ, അദ്ദേഹത്തിന് ശേഷം ഹുസൈൻ, ഹുസൈന് ശേഷം അലിയും സൈനുലാബിദിയും പറഞ്ഞിട്ട് 12 ഇമാമുകൾ വരെ ഒന്നാണ് ഇമാമിയ വിഭാഗം എന്ന് പറയുന്നത്. ഈ വിഭാഗങ്ങളുടെ ദൃഷ്ടിയിൽ ഇമാം മഅ്സൂമാണ്. ഇമാം എന്ത് പറഞ്ഞാലും അപ്പടെ അംഗീകരിച്ചോളൂ. ജമാഅത്ത് ഇസ്ലാമിലേക്ക് അത് കടന്നിടാൻ പറ്റില്ല. അതോ വരുമെങ്കിൽ അതൊക്കെ അവിടെ വെച്ച് വിടുകയും. ഇതൊക്കെ ഷിയാക്കൾക്കറിയാം, ജമാഅത്ത് ഇസ്ലാമിക്കും അറിയാം. ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഇത് ഷിയായിസം പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുക. എന്നിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? കേരളത്തിലെ ഏതാണ്ട് 75-80 ലക്ഷം വരുന്ന സുന്നികളായ മുസ്ലിങ്ങൾക്കിടയിൽ ഷിയായിസം കൊണ്ടുവന്നിട്ട് എന്ത് മണ്ണാങ്കട്ട കിട്ടാൻ പോണെന്ന് പറഞ്ഞേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയണമെന്നല്ലാതെ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടാവണം എന്ന് പോലും ഒന്നുമില്ല. ഇക്ബാൽ പറഞ്ഞൊരു കവിതയുണ്ട്. ഇക്ബാൽ പറഞ്ഞിരിക്കുക,
അദ്ദേഹത്തെ ഈ മൊയ്യാക്കന്മാരും മൊല്ലാമാരെല്ലാം കൂടെ കാപ്പറാക്കി. അപ്പൊ അദ്ദേഹം കവിത ചൊല്ലി. ആ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മൊല്ലമാരെല്ലാരും കൂടി എന്നെ കാപ്പറാക്കി, എനിക്കൊരു സമാധാനമുണ്ട്, കാഫറിനറിയാം ഞാൻ കാഫറല്ല. ശരിയാ, കാഫിരിങ്ങൾക്കറിയാലോ ഇയാളായിപ്പെട്ടല്ല. അതുപോലെ ഷിയാക്കൾക്കറിയാം ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇതിൽ അടുത്തൊന്നും പറ്റില്ല, ഓലിയിൽപ്പെട്ടല്ല. പിന്നെ ഇങ്ങനെ പറയുന്നേ. എന്നിട്ട് എത്ര ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം എന്താ വെച്ചാൽ, പാലക്കാട് ചേർന്ന ഈ സലഫി മൂവ്മെന്റ് വിദ്യാർത്ഥികളുടെ 2 ദിവസത്തെ എന്തോ കൺവെൻഷനാണ്. ധാരാളം പേര് പങ്കെടുത്തു തോന്നുന്നു. അപ്പൊ അതിനകത്ത് വിതരണം ചെയ്തൊരു പേപ്പറിന്റെ കോപ്പി എനിക്കൊരാൾത്തത്. അതിലൊട്ട് നീളം ജമാഅത്ത് ഇസ്ലാമിയും ഷിയായിസും തമ്മിലുള്ള ബന്ധമാണ് ഈ മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ തലയിൽ ഇട്ട് കൊടുക്കാൻ നോക്കിയത്. അവരെന്തായിരുന്നു അല്ലാഹു അഅലം. എന്താണ് ഇതിനൊക്കെ അർത്ഥം? നട്ടുച്ചക്ക് കിറുക്കും. ഈ ഷീസത്തിനുമായി പിന്നെ എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ പിന്നെ ഇതിലൊക്കെ വേറെ സംഭവമുണ്ട്. ഇവരൊക്കെ എല്ലായ്പ്പോഴും മറച്ചു വെക്കുന്ന ഒരു കാര്യം എന്താ, തീവ്രവാദത്തിന് തെളിവ് ജമാഅത്ത് ഇസ്ലാമി മൗദൂദി, ഭീകരവാദത്തിന് തെളിവ് ജമാഅത്ത് ഇസ്ലാമി മൗദൂദി, ഷീസത്തിന് തെളിവ് ജമാഅത്ത് ഇസ്ലാമി മൗദൂദി. അല്ല സുഹൃത്തുക്കളെ, ഇവർക്കൊക്കെ തെളിവ് ഒന്നാ, അള്ളാന്റെ കിതാബാ. എന്താ ചെയ്യാ? അള്ളാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും വ്യാഖ്യാനിച്ച് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായത്. വല്ല നിവൃത്തിയുണ്ടോ? അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തല്ലാതെ ഇത് മൗദൂദി പറഞ്ഞിട്ടൊന്നുമല്ല ഈ സംഭവം. ഇവിടെ ഈ കേരളത്തിലുള്ളതായ തീവ്രവാദം ആരോപിക്കപ്പെടുന്ന സംഘടനകളായാലും മൗദൂദിസ് അല്ല അവർ പഠിപ്പിക്കുന്നത്. അവർ പഠിപ്പിക്കുന്നത് ഖുർആനൊക്കെ തന്നെയാ, സുന്നത്തും തന്നെയാ. ശരിയോ തെറ്റോ അത് വേറെ കാര്യം. അപ്പൊ അതെല്ലാം അതിനെല്ലാം കൂടി മൊത്തം റോയൽറ്റി, മൊത്തം ഉത്തരവാദിത്വം മൗദൂദിയുടെയും ജമാഅത്തിന്റെ പേരിലിട്ടിട്ട് ഒരു കാര്യവും ഇല്ല. ജമാഅത്തെ ഇസ്ലാമി തുടക്കം മുതൽക്കേ സമാധാനപരമായി തന്നെ പ്രവർത്തിക്കുന്നു. ഇപ്പോഴും സമാധാനപരമായി തന്നെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടല്ലേ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 2 തവണ നിരോധിച്ച കാര്യം. 2ാം തവണ നിരോധിച്ച സമയത്ത് സുപ്രീം കോടതി പോയി ജമാഅത്തെ ഇസ്ലാമി. ഈ രാജ്യത്തിലെ പാർലമെന്റ് ജനാധിപത്യത്തിൽ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നുണ്ടാണ് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി വിധി എന്താ തന്നത്? ഈ സംഘടന നിയമവിരുദ്ധമായി, ദേശീയ വിരുദ്ധമായി, അല്ലെങ്കിൽ രാജ്യത്തിലെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ചെറിയ ഉദാഹരണം പോലും സുപ്രീം കോടതി മുമ്പിൽ വന്നിട്ടില്ല. വരാത്തിടത്തോളം കാലം നിരോധിക്കാൻ ഒരു ന്യായവുമില്ല എന്ന് പറഞ്ഞ് നിരോധനം റദ്ദാക്കി. പക്ഷെ ട്രിബ്യൂണൽ വീണ്ടും അത് സ്ഥിരീകരിച്ചു നിരോധത്തെ. വീണ്ടും സുപ്രീം കോടതി അത് ആദ്യം തന്നെ പറഞ്ഞു, ഒരു തെളിവെങ്കിലും കൊണ്ടുപോവാ, ഞങ്ങൾ നിരോധിച്ചോ. ഒരു തെളിവില്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു നിരപരാധിത്വം അവകാശപ്പെടാൻ കഴിയുമോ? ഇല്ല. ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതിയിലെ ഈ സമുന്നത കോടതിയുടെ മുമ്പാകെ ജമാഅത്തെ ഇസ്ലാമി നിരത്തിവെച്ച തെളിവുകൾക്ക് മുമ്പിൽ നിങ്ങൾ അന്ന് ഹയാത്തില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തായിരുന്നു അന്ന് തെളിവ് കൊടുത്തുവിട്ടേ? കണ്ട കുത്തുപാത്തു ഇസ്ലാമൊക്കെ അന്നുമില്ലേന്ന്. ഈ മതേതരത്വം അതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മളെ ഷെയ്ഖ് സാഹിബ് ഇറക്കി IPHന്റെ ഒരുപാട് ബുക്കുണ്ട്. ഇതൊക്കെ കൂടെ ലോഡായിട്ട് പോയിക്കൂടായിരുന്നു വക്കീലിന്റെ അടുത്തേക്ക്. അറ്റോർണി ജനറൽ അന്ന് ഇന്ത്യക്ക് അവർ ഗവൺമെന്റ് തുളസിയാ പറ്റാ, ATS തുളസിയാന്ന് തോന്നുന്നു അവസാന കേസ് വാദിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം നല്ല വക്കീല, അദ്ദേഹത്തിന്റെ അടുത്ത് പോയത് നിങ്ങൾക്ക് ഇത് കാണാനിട്ടാ, ഇതിൽ ഇതൊക്കെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്കിപ്പം നീ പറഞ്ഞടക്കേണ്ടി ഗതി വരില്ലായിരുന്നല്ലോ. എന്തേ തോന്നാഞ്ഞിട്ടല്ല, ഇല്ലാഞ്ഞിട്ടാ. ഈ സ്കൂൾ കൊടിയത്തൂർ സ്കൂൾ കാണുമെന്ന് പറയുന്ന ഞാൻ സുപ്രീം കോടതി പോയി പറയാൻ പറ്റില്ല. പറഞ്ഞാ കുതിരവട്ടത്തുണ്ടോ? മനസ്സിലായോ? മനുഷ്യന്മാരത് വായിക്കുന്നത്. എന്റെ ഒരു അനുഭവം കൂടി പറഞ്ഞാൽ നിർത്താം. ഈ നിരോധം വന്നപ്പോ 92 നിരോധം വന്ന സമയത്ത് നമ്മുടെ മൂഴിക്കല അവാർഡ് സാഹിബ് മറ്റേ MA അവാർഡ് സാഹിബ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ജമാഅത്ത് അംഗമാണ്, നമ്മുടെ കാഴ്ച നമുക്ക് ഹൈക്കോടതിയിൽ പോയിട്ട് ഇതിനെതിരെ ഒരു ഇട്ടുകൊടുത്താലല്ല. ഇന്ത്യ രാജ്യത്ത് മൊത്തം കൊണ്ടുവന്ന നിരോധത്തിനെതിരായിട്ട് കേരള ഹൈക്കോടതിയിൽ കൊടുത്തു നോക്കാം വരുപോലെ പോയി ചെന്ന് നമ്മൾ ആരെ കാണും, ഒരു വക്കീൽ വേണമല്ലേ. അപ്പൊ അന്ന് ഏറ്റവും നല്ല ക്രിമിനൽ വക്കീൽ M.N. സുകുമാരൻ നായർ, അഡ്വക്കേറ്റ് M.N. സുകുമാരൻ നായർ. അദ്ദേഹം ക്രിമിനൽ വക്കീലാണ്, ഇത്തരം ഭരണഘടനാ കാര്യങ്ങളുടെ ആളല്ല. അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് ഞങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നമുണ്ട്, അയാൾ ജമാഅത്തെ ഇസ്ലാമിയെ കേട്ടിട്ടേ ഇല്ല. മാധ്യമം എന്തോ കൊടുത്തോ കേട്ടുപോയി, അതൊന്നും കേട്ടില്ല. അപ്പോ എന്തായാലും ശരി, എന്താ സംഗതിയൊക്കെ ബ്രീവായി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എന്താ ഉള്ളത്? അതിന്റെ ഭരണഘടനകൾ എടുത്തുണ്ടോ? ഉണ്ട്. പിന്നെന്താ ഉള്ളത്? അതിന്റെ പോളിസി പ്രോഗ്രാമൊക്കെ ഉണ്ട് ഇംഗ്ലീഷിലുള്ളത്. ഇൻട്രൊഡ്യൂസിംഗ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നതിൽ ഗുരുതിന്റെ അതുപോലെ നിങ്ങൾ വൈകുന്നേരം ബാധമാണ്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം അദ്ദേഹം പറഞ്ഞ സമയത്ത് ഒരു 5 മണിക്ക് അങ്ങോട്ട് ചെന്ന സമയത്ത് അദ്ദേഹം 1-ാം തരം ഒരു സാധനം ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചു. അദ്ദേഹം പറഞ്ഞത്, ഡ്രാഫ്റ്റ് ചെയ്ത് അടയ്ക്കട്ടെ, അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇത് തയ്യാറാക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംഘടന നിരോധിക്കാൻ പാടില്ലെങ്കിൽ അത് ഈ സംഘടനയാണ്. ഇത്ര സാധുവായ ഒരു സംഘടന ഭൂമിയിൽ ഇതുണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കമന്റ്. ഏതായാലും ഞാനൊന്ന് മൂവ് ചെയ്യാൻ നോക്കാമല്ലോ നമുക്ക് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം മൂവ് ചെയ്തു. പിറ്റേ ദിവസം അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ്, അന്നത്തെ ഇന്ത്യ ഗവൺമെന്റ്, നരസിംഹറാവു ഗവൺമെന്റ് കൊണ്ടുവന്ന നിരോധത്തെ
കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കെ ടി തോമസ് സ്റ്റേ ചെയ്തു. പത്രങ്ങൾ മുഴുവൻ വലിയ തലക്കെട്ടായിരുന്നല്ലോ. ജമാഅത്തെ ഇസ്ലാമിക്കാരാകുമ്പോ കൂടെ പുറത്തിറങ്ങി എല്ലാവരും കൂടെ. മനസ്സിലായില്ലേ? ഇതാ സംഭവം. അപ്പൊ ചുരുക്കത്തിൽ ഒന്നും പഠിക്കണം, ഖുർആനോ സുന്നത്തോ ഒന്നും പഠിച്ചില്ലെങ്കിൽ നേർക്ക് നേരെ ചിന്തിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാവും തീർത്തും സമാധാനപരമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ നിരോധിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന്. ഇനി അഥവാ നിരോധിച്ചാലും നിയമപരമായിട്ട് അവർ നേരിടുക എന്നല്ലാതെ ഒരർത്ഥത്തിലും അണ്ടർഗ്രൗണ്ട് പ്രവർത്തനമോ അട്ടിമറി പ്രവർത്തനമോ തീവ്രവാദപരമായ പ്രതികരണമോ ജമാഅത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. ഉണ്ടായിട്ട് കാര്യമില്ല. അത് തന്നെ ജമാഅത്ത് ഇസ്ലാമിൽ വിശ്വസിക്കില്ല. കാരണം ഖുർആനും സുന്നത്തും അത് അനുവദിക്കുന്നില്ല. അത് തന്നെയാണ് കാര്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനിയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിക്കുക. പിന്നെ കഴിഞ്ഞയിടത്തോളമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു കലാപത്തിലോ അതുപോലെയുള്ള അട്ടുമറിയിലോ ബോംബിലോ ഒരു ജമാഅത്തെ ഇസ്ലാമിക്ക് രണ്ടാൾ വേണ്ട, ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇൻവോൾവ്ഡ് ആയിരുന്നു, പ്രതിപ്പട്ടികയിലും ഉണ്ടായിരുന്നു നിങ്ങൾ തെളിയിക്കാമോ? നാളെ മറ്റന്നാളോ മറുപടി പറയുന്നത് വെച്ചാൽ അയാളെ പേര് പറഞ്ഞാൽ ഞാൻ എന്റെ ഈ പ്രസ്താവന പരസ്യമായി വിവരിച്ച് മാപ്പ് പറയാം. ഒരാളെ കാണിച്ചാൽ പോട്ടെ. മാറാള് കേസ് പിടിക്കപ്പെട്ടു. 1076 ആളുകളെ കുറ്റവാളികളല്ലെന്ന് കണ്ടുവിട്ടു. 63 ആളെ ശിക്ഷിച്ചു. ജമാഅത്തെ ഇസ്ലാമിന്റെ കുത്തുബാത്ത് കണ്ടവനില്ലാത്ത എത്ര പേരുണ്ട്? അതേപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി കമ്മീഷൻ നിശ്ചയിച്ചു. ജസ്റ്റിസ് വോക്കർ കമ്മീഷൻ. കമ്മീഷന്റെ പേജുകൾ കണക്ക് വരുന്ന വലിയ വാള്യമാണ്. ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത ഭൂമിയുള്ള എല്ലാവരുടെ പേര് ചേർത്തിട്ട് മുസ്ലിം ലീഗിനെ വരെ പ്രതിപട്ടിക ചേർത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ ചേർത്തിട്ടുണ്ട്, CPM ചേർത്തിട്ടുണ്ട്, BJP എല്ലാവരും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്തേ ചേർക്കാൻ? എന്തേ? അപ്പൊ ഇല്ലാത്ത ഒന്ന് നിങ്ങളൊക്കെ കൂടി പറഞ്ഞാൽ ഉണ്ടാവില്ല. അങ്ങോട്ട് വേജാറില്ല, അത് വേറെ കാര്യമാണ്. പക്ഷെ നിങ്ങളിങ്ങനെ സമയം കളയുന്നില്ല, ഒരു വേജാറില്ല. അത്രയും ചുരുക്കി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് ഭീകരവാദമോ തീവ്രവാദമോ ഉണ്ടാക്കിയില്ല. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം മനുഷ്യന് സമാധാനം ഉണ്ടാവണമെങ്കിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യനും സമാധാനം വേണം, അള്ളാഹ് വേണം, അള്ളാഹുവിന്റെ ദീൻ വേണം, അള്ളാഹിന്റെ റസൂലിനെ മാതൃകയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു തെറ്റാന്ന് തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് 10 ഇറക്കി തെറ്റാന്ന് പറഞ്ഞാലും തൽക്കാലം ഞങ്ങൾ ഉതിർ പറയും, സാധിക്കില്ല അത് സ്വീകരിക്കാൻ എന്ന് പറയും എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ബാക്കി നിങ്ങളുടെ ചോദ്യങ്ങളോ മറ്റോ വരുമ്പോൾ അത് പരാമർശിക്കാം. ബഹുമാന്യ ഷെയ്ഖ് സാഹിബ് യഥാർത്ഥ വിഷയത്തിലേക്ക് കിടക്കും. ഞാൻ യഥാർത്ഥ വിഷയത്തിൽ കടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹു സഹായിക്കട്ടെ.